ഹരി ഓം ഹരി ഓം. നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഃ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീർഷദം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ ഭജാംസിമി. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. ഓം നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഗണേശ ചതുർത്ഥി ആശംസകൾ. ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി, അതാണ് ഗണേശ ചതുർത്ഥി. നമ്മൾ കേരളീയര് ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥി എന്നൊക്കെ പറയും. ഭാദ്രപദ മാസമാണ്. നമ്മൾ തെക്കേ ഇന്ത്യയിലൊക്കെ നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ തിഥിക്ക് പ്രാധാന്യം. ജന്മമാണെങ്കിലും മരണമാണെങ്കിലും എല്ലാറ്റിനും തിഥിയാണ് നോക്കുക. അങ്ങനെ തിഥി നോക്കുമ്പോൾ ചാന്ദ്രമാസം വേണം നോക്കാൻ. അപ്പൊ ചാന്ദ്രമാസം ഏതാണ്? ഭാദ്രപദ മാസം. ഭാദ്രപദ മാസത്തിലെ ചതുർത്ഥി, വെളുത്തപക്ഷം അഥവാ ശുക്ലപക്ഷ ചതുർത്ഥിയാണ് ഭഗവാന്റെ ജന്മദിനമായിട്ട് ആചരിക്കുന്നത്. എല്ലാ അവതാരങ്ങൾക്കും ജന്മമില്ലാത്തവർ ഓരോ ലീലകൾക്കായിക്കൊണ്ട് ഓരോ രൂപങ്ങളെ ധരിക്കുന്നു. ആ രൂപം ധരിച്ച ദിവസത്തെ നമ്മൾ ജയന്തിയായിട്ട് ആചരിക്കുന്നു, ആഘോഷിക്കുന്നു. അപ്പം അങ്ങനെ മഹാദേവപുത്രനായി, പാർവതീ നന്ദനനായി, സുബ്രഹ്മണ്യ സോദരനായി, ഭഗവാൻ ഗണേശനായി അവതരിച്ച ആ പുണ്യതിഥിയെ ലോകം മുഴുവൻ ആഘോഷിക്കുന്നു, ഗണേശ ചതുർത്ഥി. അപ്പോൾ എല്ലാവർക്കും ആ പ്രഥമ പൂജിതനായ ഗണേശ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാകട്ടെ. ഗണപതി ഭഗവാനെ പൂജിച്ച് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ആരംഭിക്കാൻ. കാരണം ഗണപതി നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ, തമോ ഗുണത്തെ, അന്ധകാരത്തെ അഥവാ ജഡത്വത്തെ ഒക്കെ ഭേദിക്കുന്ന ഭാവമാണ്. മൂലാധാരത്തിലാണ് ഗണേശ ഭഗവാന്റെ സ്ഥാനം. നമ്മുടെ ഏത് കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴും മൂലാധാരത്തിൽ നിന്നുള്ള എനർജി ഉണർന്നു വന്നിട്ട് വേണം നമുക്ക് ഉത്സാഹമുണ്ടാകാൻ. ആ നമ്മുടെ ഉത്സാഹം, ഊർജ്ജസ്വലത അതൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥാനമാണ് മൂലാധാരം. എനർജിയുടെ എന്താ പറയുക, പവർ ഹൗസ്. മൂലാധാരമാണ് പവർ ഹൗസ്. ആ പവർ ഹൗസിൻ്റെ കസ്റ്റോഡിയൻ, നിയന്താവാണ് ഗണേശ ഭഗവാൻ. അതിൻ്റെ പ്രതീകാത്മകതയാണ് അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ വാഹനവും എല്ലാം. അല്ലേ? മൂഷകവാഹനനാണ്. മൂഷകവാഹനം എന്ന് പറഞ്ഞാൽ, മൂഷകൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് കളിക്കുന്നവനാണ് മൂഷകൻ. ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവൻ. ഏതിരുട്ടത്തും എന്തും കാണുന്ന കഴിവുള്ളതാണ് എലി, മൂഷകൻ. രാത്രിയിലാണ് സഞ്ചാരം മുഴുവൻ. പകൽ വെളിച്ചത്തിൽ എലി പുറത്തിറങ്ങില്ല. അത്
അഥവാ ഇറങ്ങിയാലും വെളിച്ചം കണ്ട അന്താളിച്ചു. അപ്പോൾ രാത്രിയിൽ ഇരുട്ടത്ത് സഞ്ചാരം, ആ മൂഷകനെ ഭഗവാൻ വാഹനമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടിനെ ഭേദിക്കുന്ന സാമർഥ്യമുള്ളവനാണ് ഭഗവാൻ എന്നർത്ഥം. തമസ്സിനെ ഭേദിക്കുന്ന സാമർഥ്യം, അജ്ഞാനത്തെ ഭഞ്ജിക്കുന്ന, ജഡത്വത്തെ ഭഞ്ജിക്കുന്ന, നമ്മുടെ ഉള്ളിലുള്ള ഇനേർഷ്യ എന്നുള്ള ഭാവത്തെ നശിപ്പിച്ച് നമ്മളെ ഉണർത്തുന്ന, ശക്തി തരുന്ന, ഊർജ്ജസ്വലരാക്കുന്ന ആ ഒരു ഭാവമാണ് ഗണേശ ഭഗവാൻ. അതിനാണ് ഗണേശ ഭഗവാന് നമ്മൾ ഏത്തം ഇടുന്നതും. ഗണേശ ഭഗവാന് മാത്രമേ ഏത്തം ഇടുക എന്നുള്ള പതിവുള്ളൂ. അത് ഗണേശ ഭഗവാന്റെ പ്രത്യേക ആരാധനയാണ്. നമ്മൾ തലയ്ക്ക് കൊട്ടുന്നതും ഏത്തമിടുന്നതും ഗണേശ ഭഗവാന് മാത്രമാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൊട്ടുന്നത് നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള സിദ്ധിയെയും ബുദ്ധിയെയും ആക്ടിവേറ്റ് ചെയ്യാനാണ്. ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള നമ്മുടെ അറിവുകളെ അലേർട്ടാക്കാനാണ്, ബോധം ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അതിന് സിദ്ധിയുടെയും ബുദ്ധിയുടെയും അനുഗ്രഹം വേണം. ഗണപതിയുടെ ഭാര്യമാരായിട്ട് സിദ്ധിയെയും ബുദ്ധിയെയും ചിത്രീകരിക്കും. അപ്പോൾ സിദ്ധിയും ബുദ്ധിയും ഉണർന്ന് നമ്മുടെ ഏത് പ്രവൃത്തിയും വിജയിക്കണമെങ്കിൽ സിദ്ധിയും ബുദ്ധിയും ഒപ്പം വേണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള അറിവുകൾ, സിദ്ധി എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ. ഇത് രണ്ടും ചേർന്ന് പോകണം. ഏതെങ്കിലും ഒന്ന് മാത്രം ഡെവലപ്പായി കഴിഞ്ഞാൽ ഒരു പാർഷ്യലായിട്ടുള്ള ഡെവലപ്മെൻ്റാണ്. രണ്ടും സിമിൾട്ടേനിയസ് ആയിട്ട് ഒരേ രീതിയിൽ വളരണം. ദ്വേ വിദ്യേ വേദിതവ്യേ പരാച്ച അപരാച്ച. പരാവിദ്യയും അപരാവിദ്യയും മനുഷ്യരായി ജനിച്ചിട്ടുള്ളവരൊക്കെ അറിഞ്ഞിരിക്കണം. അതിൽ പരാവിദ്യയാണ് സിദ്ധി എന്ന് പറയുന്നത്, അപരാവിദ്യയാണ് ബുദ്ധി. ഇത് രണ്ടിൻ്റെയും നാഥനാണ്, വിദ്യാമൂർത്തിയാണ് ഗണേശ ഭഗവാൻ, ജ്ഞാന ഗണപതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള തമോ ഗുണത്തെ ഭഞ്ജിച്ച് ആ മൂലാധാരത്തിലുള്ള കുണ്ടലിനി എന്ന എനർജിയെ ഉണർത്തി മുകളിലേക്ക് നയിക്കുന്ന ശക്തിയാണ് ഗണേശ ഭഗവാൻ. അതിനാണ് ഈ കുണ്ടലിനിയെ ഉണർത്താനാണ് ഏത്തമിടുന്നത്. ദോർഭി കർണം, ദോർഭിഹി കൈകളാൽ, കർണം കൈകളാൽ കർണം പിടിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ് ദോർഭി കർണം. തമിഴില് തോപ്പ് കന്നം എന്ന് പറയും. അത് ഈ സംസ്കൃത വാക്കാണ്. ദോർഭിഹി കൈകളാൽ എന്നുള്ളത് തോപ്പ് നായി മാറി. തോപ്പി കന്നം, കന്നം കർണം, കന്നം കവളിനും കന്നം എന്ന് പറയും, കർണത്തിനും കർണം എന്ന് പറയും, കന്നം എന്ന് പറയും. അപ്പൊ ദോർഭി കന്നം, രണ്ട് കൈകളെ കൊണ്ട് രണ്ട് കാതുകളെ പിടിച്ച് വലിച്ചുകൊണ്ടുള്ള എക്സസൈസാണ് ഏത്തമിടി. അതിലൂടെ നമ്മുടെ ശരീരത്തിലെ സകല നാഡീ ഞരമ്പുകളും ആക്ടിവേറ്റ് ആവുന്നു. കാരണം മർമ്മങ്ങളാണ് നമ്മുടെ ചെവി. രണ്ട് ചെവികളിലും എല്ലാ നാഡീ ഞരമ്പുകളുടെയും എൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള നാഡീ ഞരമ്പുകളുടെ സാന്നിധ്യം അതിനെ പിടിച്ച് വലിക്കുമ്പോൾ അതെല്ലാം ഉണരുന്നു, അതെല്ലാം അവേക്കൺ ആവുന്നു, ആക്ടിവേറ്റഡ് ആവുന്നു. അങ്ങനെ നമ്മുടെ ബുദ്ധിക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ടാവുന്നു. അപ്പോൾ പണ്ടൊക്കെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തിട്ട് വന്നില്ല, അല്ലെങ്കിൽ വികൃതി കാണിച്ചു, അപ്പം തന്നെ അധ്യാപകർ പറയും 10 ഏത്തോട്, അല്ലെങ്കിൽ 20 ഏത്തോട്, 100 ഏത്തോട് എന്ന് പറയും. ഇന്നിപ്പോൾ വിദേശത്തെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഏത്തോടൽ ഫാഷനായി മാറിയിട്ടുണ്ട്. അവരതിൻ്റെ ഫലം മനസ്സിലാക്കി. അവിടെയുള്ള കുട്ടികളൊക്കെ ദിവസവും രാവിലെ അവരുടെ പ്രയറിൻ്റെ ഒപ്പം കുറച്ച് ഏത്തോടലും കൂടി ശീലമാണ്. നമുക്കതൊക്കെ നാണക്കേട് തോന്നുന്നു. വിദേശികൾ അതെല്ലാം ഏറ്റെടുത്തു. അവരതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കി, ഏത്തോടുന്നത് കൊണ്ടുള്ള ഫലം എന്താണെന്ന്. അങ്ങനെ വിദേശത്തുള്ള യൂറോപ്പിലുള്ളതായിട്ടുള്ള സ്കൂളുകളിൽ, അമേരിക്കയിൽ ഒക്കെ കുട്ടികൾക്ക് ഏത്തമിടൽ ഒരു നല്ല എക്സസൈസായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യണം. അത് കുട്ടികൾ സന്തോഷമായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് വിദ്യ നല്ലോണം വിളങ്ങും. അപ്പോൾ നമ്മുടെ ബുദ്ധിയെ ആക്ടിവേറ്റ് ചെയ്യാൻ, നമ്മുടെ ബ്രില്യൻസിനെ ഉണർത്താൻ, ഇഗ്നൈറ്റ് ചെയ്യാൻ ഒക്കെയാണ് ഈ ഏത്തമിടൽ. നമ്മുടെ ഉള്ളിലുള്ള കുണ്ടലിനി ശക്തിയെ
ഒന്ന് പ്രചോദിപ്പിക്കാൻ ഒക്കെയാണ് ഈ പ്രക്രിയകൾ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക, മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വളരെ സയൻറ്റിഫിക്കാണ്. ഇതിനെല്ലാറ്റിനും പുറകിൽ റീസൺ ഉണ്ട്. നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ട് അതൊക്കെ അന്ധവിശ്വാസമാവുന്നില്ല. നമ്മളത് അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അറിയാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ആരംഭത്തിൽ തന്നെ നമുക്ക് അറിവും ഉത്സാഹവും ഊർജവും നൽകുന്ന ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ ആ ശക്തിയുടെ അംശത്തിൻ്റെ പേരാണ് വിനായകൻ അല്ലെങ്കിൽ ഗണേശ്വരൻ. ഗണേശൻ എല്ലാ ഗണങ്ങളുടെയും പതി. ഈ പ്രപഞ്ചമേ ഗണങ്ങളുടെ രൂപത്തിലാണ്. ആ ഗണങ്ങളുടെ മുഴുവൻ നായകൻ, രക്ഷകൻ എല്ലാമാണ് ഗണപതി. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ പുണ്യതിഥി, ജയന്തി, വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ ഗണേശ ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ, എല്ലാ കാലത്തും ഉണ്ടാകട്ടെ. നമ്മുടെ സന്തതി പരമ്പരകൾക്കൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത് ആദ്യമേ ആശംസിക്കുന്നു. ഹരി ഓം. ഇപ്പം നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധം 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 9-ാം അധ്യായം നമുക്ക് ആദ്യം വായിക്കാം. ചെറിയ അധ്യായമാണ്, 23 ശ്ലോകങ്ങൾ. അത് വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 9-മോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധ സ്വയം ദദി. യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമന്ധനെ കാലേ സ്മരന്തി താന്യഗായത. ക്ഷൗമം വാസഃ പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുചയുഗം ജാതകമ്പം ച സുബ്രൂഃ. രജ്വാകർഷശ്രമഭുജലത്കങ്കണൗ കുണ്ഡലേ ച സ്വിന്നം വക്ത്രം കബരവികളൻ മാലതീ നിർമ്മമന്ധ. താം സ്തന്യകാമ ആസാദ്യ മഗ്നന്തീം ജനനീം ഹരിഃ ഗൃഹീത്വാ ദധിമന്ധാനം ന്യഷേദത്പ്രീതിമാവഹൻ. തമംഗമാരൂഢമപായയത്സ്തനം സ്നേഹസ്നുതം സസ്മിതമീക്ഷതീ മുഖം. അതൃപ്തമുത്സൃജ്യ ജവേന സായയൗ ഉത്സിച്യമാനേ പയസി ത്വധിശ്രിതേ. സഞ്ജാതകോപസ്ഫുരിദാരുണാധരം സന്ദശ്യ ദദ്ഭിഃ ദതിമന്ദഭാജനം. ഭിത്വാ മൃഷാശ്രുദൃശദശ്മനാരഹോ ജഗാസഹയ്യംഗവമന്തരം ഗതഃ. ഉത്താര്യ ഗോപീ സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ സന്ദൃശ്യ ച ദദ്യമത്രകം. ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മ തജ്ജഹാസതം ചാപി ന തത്ര പശ്യതി. ഉലൂഗലാംഗ്രേരുപരി വ്യവസ്ഥിതം മർക്കായ കാമം ദദതം ശിചിസ്ഥിതം. ഹയ്യംഗവം ചൗര്യവിശങ്കിതേ ക്ഷണം നിരീക്ഷ്യ പശ്ചാത് സുതമാഗമത്സനൈഃ. തമാത്തയഷ്ടിം പ്രസമീക്ഷ്യ സത്വരഃ തതോവരുഹ്യാപസസാര ഭീതവദ. ഗോപ്യന്വദാവന്മയമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. അന്വഞ്ചമാനാ ജനനീ ബൃഹച്ഛലശ്രോണീപരാക്രാന്തഗതി സുമധ്യമാ. ജവേന വിശ്രംസിതകേശബന്ധനച്യുത പ്രസൂനാനുഗതി പരാമൃശത്. കൃതാഗസം തം പ്രരുദന്തമക്ഷിണീ കഷന്തമജ്ജന്മഷിണീ സ്വപാണിനാ ഉദ്വീക്ഷമാണം ഭയവിഹ്വലക്ഷണം. ഹസ്തേ ഗൃഹീത്വാ വിഷയന്ത്യവാഗുരത്.
त्यक्त्वा यष्टिं सुतं भीतं विज्ञायार्भगवत्सला येष किल तं बद्धुं दाम्ना तद्वीर्यकोविदा न चान्दर्न बहिर्यस्य न पूर्वं नाभिचापरं पूर्वापरं बहिश्चान्दः जगदो यो जगच्छयः तं मत्वात्मजमव्यक्तं मर्त्यलिङ्गमधोक्षजं गोपिगोलुघले दाम्ना बबन्ध प्राकृतं यथा तद्दाम बध्यमानस्य स्वार्भगस्य कृतागसः द्व्यङ्गुलो नमभूतेन सन्दधे अन्यच्च च गोपिका यदासीत्तदपि न्यूनं तेनान्यदपि सन्दधे तदपि द्व्यङ्गुलं न्यूनं यद्यदा दत्तबन्धनम् एवं स्वगेहधामानि यशोदा सन्ददत्यपि गोपीनां सुस्मयन्दीनां स्मयन्दी विस्मिताभवत् स्वमातुश्चिन्नगात्र्याया विस्रस्तकपरस्रजः दृष्ट्वा परिश्रमं कृष्णः कृपयासीत् स्वबन्धने एवं सन्दर्शिता ह्यङ्ग हरिणा वृत्यवश्यता स्ववशेनापि कृष्णेन यस्येदं सेश्वरं वशे नेमं विरिञ्जो न भवो न श्रीरप्यङ्गसंश्रया प्रसादं लेभिरे गोपी यत्तत्प्राप विमुक्तिदाद नायं सुखावो भगवान् देहिनां गोपिकासुतः ज्ञानिनां चात्मभूतानां यदा भक्तिमदामिह कृष्णस्तु गृहकृत्येषु व्यग्रायां मातरि प्रभुः अद्राक्षीदर्जुनौ पूर्वं गुह्यकौ दनदात्मजौ पुरा नारदशापेन वृक्षतां प्रापितौ मदाद् नलगोपरमणिग्रीवौ इति ख्यातौ श्रियान्वितौ हरि ओम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे गोपीप्रसादो नाम नवमोऽध्यायः सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द नारायणाखिलगुरो भगवन्नमस्ते नारायणाखिलगुरो भगवन्नमस्ते नारायणाखिलगुरो भगवन्नमस्ते ഓം ശ്രീഹരേ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം, വിനായക ചതുർത്ഥി ആശംസകൾ. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണലീല അമൃതത്തിലേക്ക് സുസ്വാഗതം സുസ്വാഗതം. നാരായണ. നാരായണ. അപ്പോൾ ശ്രീകൃഷ്ണ ലീലാമൃതം തുടരുകയാണ്. ഭാഗവതം ദശമസ്കന്ധം. ഇപ്പോൾ 9-ാം അധ്യായമാണ് വായിച്ചത്. കഴിഞ്ഞ അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ ഭഗവാന്റെ ബാലലീലകൾ, മുട്ടുകുത്തി സഞ്ചരിച്ചുകൊണ്ടുള്ള ലീലകളും നടന്നുകൊണ്ടുള്ള ലീലകളും വർണ്ണിച്ചു. അതിനുശേഷം ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് യശോദയും നന്ദഗോപരും എന്ത് പുണ്യമാണ് ചെയ്തത്, ഈ ഭഗവാന്റെ ബാലലീലകൾ നേരിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്കാണല്ലോ ലഭിച്ചത്, സ്വന്തം അച്ഛനമ്മമാരായ വസുദേവർക്കും ദേവകിക്കും സാധിച്ചില്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞു. എന്തുകൊണ്ട്? ഇവർ അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന വസുവായിരുന്നു നന്ദൻ, ധര എന്ന അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു യശോദ. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മദേവൻ ദേവന്മാരോടെല്ലാം ആദേശം ചെയ്തു, ഭഗവാൻ ഭൂമിയിൽ ശ്രീകൃഷ്ണനായി, വസുദേവപുത്രനായി, ദേവകി നന്ദനായി അവതരിക്കാൻ പോകുന്നു.
ആ സമയത്ത് ഭഗവാൻ ഗോകുലത്തിലും ചില ലീലകൾ ചെയ്യുന്നുണ്ട്. അവിടെ ഗോകുലത്തിൽ ഗോപന്മാരും ഗോപികമാരും പശുക്കളും ഒക്കെ ആയിട്ട് നിങ്ങളും അംശം കൊണ്ട് ജാതരാവുക എന്ന് ദേവവർഗത്തോട്, അതിൽ അഷ്ടവസുക്കളൊക്കെ പെടും, അവരോടൊക്കെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന വസു ബ്രഹ്മദേവനോട് പ്രത്യേകമായിട്ട് വരമായിട്ട് ചോദിച്ചു, ഭഗവാനിൽ ഭക്തി ഉണ്ടാവാനുള്ള വഴി കൂടി തരണം എന്ന്. അങ്ങനെയാണ് ആ ഭക്തി ഉണ്ടാവാൻ വേണ്ടി ഈ ഇദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഭഗവാന്റെ വളർത്തച്ഛനും വളർത്തമ്മയുമാകാനുള്ള ഭാഗ്യം ഈ ദമ്പതികൾക്ക് കൊടുത്തു. അങ്ങനെ ഭഗവാന്റെ ബാലലീലകൾ കണ്ട് ആസ്വദിച്ച് 11 വർഷം ഭഗവാനെ പുത്രനെന്ന് കരുതി ലാളിച്ച് ഭഗവാന്റെ അത്ഭുത ലീലകൾ കൊണ്ട് പരതന്ത്രരായി അതിനെക്കുറിച്ച് ചിന്തിച്ച് പിന്നീട് ഭഗവാൻ തങ്ങളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ, യഥാർത്ഥ അച്ഛനമ്മമാരുടെ കൂടെ പോകുമ്പോൾ തങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യമായിരുന്നു, നഷ്ടമല്ല എന്ന് ചിന്തിക്കാറാവണം അവർ. അല്ലേ? 11 വർഷം വളർത്തിയ മകനെ നഷ്ടപ്പെട്ടു എന്നുള്ള നഷ്ടചിന്തയേക്കാൾ 11 വർഷം കിട്ടിയ ലാഭത്തെക്കുറിച്ച് അവർ ചിന്തിക്കാറാവണം. നമ്മളുമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ആവണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൗഭാഗ്യങ്ങൾ കിട്ടുമ്പോൾ അതൊക്കെ മറക്കും, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം കരയും. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിന് പലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈശ്വരനെ അടക്കം നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ട് കരയും. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരുമ്പോൾ അതൊന്നും കൗണ്ട് ചെയ്യില്ല നമ്മൾ, അല്ലേ? എന്നാൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതി ആ ഓരോ നിമിഷത്തിലും കിട്ടുന്നതായിട്ടുള്ള സൗഭാഗ്യങ്ങളെ നമ്മൾ ഈശ്വര കാരുണ്യമായി കണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഭാവിയിൽ എന്തൊക്കെ കിട്ടുന്നിരിക്കട്ടെ, ഇപ്പോൾ വർത്തമാനത്തിൽ എന്തൊക്കെ ഉണ്ടോ ഇരിക്കട്ടെ, ഭൂതത്തിൽ എന്തൊക്കെ സംഭവിച്ചുവോ എന്തൊക്കെ ലഭിച്ചുവോ എല്ലാം തന്നെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണാൻ കഴിയുക. ഒന്നും നഷ്ടപ്പെടാനില്ല, അല്ലേ? നമ്മൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനുമില്ല. അപ്പോൾ കിട്ടിയതെല്ലാം ലാഭമായിട്ട് കാണുക, ആ ലാഭമെല്ലാം ഈശ്വര അനുഗ്രഹമായിട്ട് കാണുക. അങ്ങനെ ഓൾവേസ് എന്താ പറയുക, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് ബി ഹാപ്പി, ബി കണ്ടന്റഡ്. അങ്ങനെയാണ് വേണ്ടത്. ആ ഒരു ശീലമാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. ആ ശീലത്തെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം, എപ്പോഴും പോസിറ്റീവ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ദുഃഖമില്ല, കംപ്ലൈൻ്റ് ഇല്ല, കുറവുകളെക്കുറിച്ച് മാത്രം കാണുന്ന ശീലം ഇല്ല, അല്ലേ? ചിന്മയാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാന യജ്ഞങ്ങളിൽ ഉദാഹരണമായിട്ട് പറയുന്നതാണ്, ഒരാളുടെ മുമ്പിലേക്ക് ഒരു ഗ്ലാസ്സിൽ ഒരു കപ്പിൽ 1/2 കപ്പ് പാല് കൊണ്ടുവച്ചു. അയാളുടെ മുഖം വാടി. മറ്റൊരാളുടെ മുമ്പിൽ അതേ 1/2 കപ്പ് പാല് കൊണ്ടുവച്ചു. അയാളുടെ മുഖം വിരിഞ്ഞു, വികസിച്ചു. എന്താണ് അവർ കാണുന്നത്? രണ്ടും 2 ഭാഗങ്ങളാണ്. ഒരാൾ നിറഞ്ഞ ഭാഗത്തെ കാണുന്നു, മറ്റൊരാൾ എംപ്റ്റി ആയിരിക്കുന്ന ഭാഗത്തെ കാണുന്നു. എംപ്റ്റി ആയിട്ടുള്ള ഭാഗത്തെ കാണുന്നവൻ കരയുന്നു, കംപ്ലൈന്റ് പറയുന്നു, എനിക്ക് 1/2 കപ്പേ പാല് കിട്ടിയുള്ളൂ എന്ന്. നിറഞ്ഞ 1/2 കപ്പ് കാണുന്ന ആൾ പറയുന്നു, ഹായ് 1/2 കപ്പ് പാല് കിട്ടി എനിക്ക് എന്ന്. ഇത് നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെ തന്നെയാണ്. ഇങ്ങനെയാണ് പലരും കാണുന്നത്, 2 രീതിയിലാണ് കാണുന്നത്. ചിലർ ഈ പറഞ്ഞ 1/2 കപ്പ് കാലി കാണുന്ന കൂട്ടരാണ് കൂടുതലും, നിറഞ്ഞത് കാണുന്നവർ വളരെ ചുരുക്കം. ഏത് കണ്ടാൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്? എന്തായാലും കാലി കണ്ടിട്ട് ഒരു ഗുണവുമില്ല, കരച്ചിൽ മാത്രമേ ഉള്ളൂ. നിറഞ്ഞത് കണ്ടാൽ സന്തോഷമുണ്ട്, നമുക്ക് എന്താ പറയുക, വിഷമമില്ല. അപ്പോൾ ഏതാ കാണേണ്ടതെന്ന് തീരുമാനിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ കാണേണ്ടത്, അതാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞു തരുന്നത്. എല്ലാം ജീവിതത്തിൽ ലഭിക്കുന്നതെല്ലാം ഈശ്വര അനുഗ്രഹമായി, കരുണയായി, ഭഗവാന്റെ ഭക്തവാത്സല്യമായി എല്ലാം തിരിച്ചറിയുക. ആ അറിവാണ് നമ്മളെ ധന്യരാക്കുന്നത്. അപ്പോൾ ഇവിടെ വസുദേവർക്ക് അല്ലെങ്കിൽ നന്ദഗോപർക്ക് 11 വർഷം കഴിഞ്ഞ് കൃഷ്ണനെ നഷ്ടപ്പെടുന്നുണ്ട്, യശോദയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ആദ്യമൊക്കെ അവർക്ക് ദുഃഖം തോന്നും.
ആരാ ചതിച്ചത് എന്ന് അവർ പലരെയും മാറി മാറി ആരോപിക്കും. ചിലപ്പോൾ വസുദേവർ നമ്മളെ ചതിച്ചു, കൃഷ്ണൻ നമ്മളെ ചതിച്ചു, ഇത്ര കാലം നമ്മൾ വളർത്തിയതല്ലേ, നമ്മളെ വിട്ടു പോകാൻ പാടുള്ളതാണോ എന്നൊക്കെയുള്ള ചിന്ത വേണമെങ്കിൽ വരാം. ചിലപ്പോൾ മിന്നി മറഞ്ഞിട്ടുണ്ടാവാം അവരുടെ ഉള്ളിൽ, മനുഷ്യരല്ലേ. പക്ഷെ കൂടുതലും അവരതിനെ പോസിറ്റീവായിട്ടുള്ള ചിന്ത കൊണ്ട് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ 11 വർഷം. ഈ ഭഗവാനെ ബാലാവസ്ഥയിൽ ലാളിക്കാൻ കിട്ടിയില്ലേ, ഇനി ഇതിൽ പരം എന്ത് വേണം? എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ കുട്ടികളെ അതിൻ്റെ ഒരു പ്രായമാകുമ്പോൾ കൊത്തിയാട്ടുകയല്ലേ പതിവ്. അപ്പോൾ പിന്നെ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിൽ നമുക്ക് വിഷമിക്കേണ്ടതുണ്ടോ? അത് പ്രകൃതിയുടെ നിയമമല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയണം. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ കുട്ടികളെ ഒരു പക്വതയായി കഴിയുമ്പോൾ, സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ അവരെ ആട്ടി അകറ്റുന്നു. മനുഷ്യൻ മാത്രം കൂടുതൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആവുന്നു. വിവേകമുള്ളവൻ സ്വാർത്ഥത കൊണ്ട് ബന്ധിതനാവുന്നു. നമ്മൾ ഫ്രീ ആയിരിക്കുക, കുട്ടികളുടെ പ്രാരബ്ധത്തിന് വിടുക, അവരെ സ്വന്തം കാലിൽ നിർത്താനാക്കുക മാത്രമാണ് നമ്മുടെ ധർമ്മം. അത് കഴിഞ്ഞ് അവർ ഓരോരുത്തരും അവരുടെ പാട്ടിന് പോട്ടെ. നമ്മൾ അപ്പോഴേക്കും സ്വന്തം കാലിൽ നിൽക്കാറാവണം. നമ്മൾ വൃദ്ധിയെ പ്രാപിച്ചിരിക്കണം. വൃദ്ധിയെ പ്രാപിച്ചവനാണ് വൃദ്ധൻ. എന്താണ് വൃദ്ധി? ആന്തരികമായിട്ടുള്ള വികാസമാണ് വൃദ്ധി, മെച്യൂരിറ്റിയാണ് വൃദ്ധി. ലോകത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കലാണ് വൃദ്ധി. അതാണ് എക്സ്പീരിയൻസ്. ലോകം ഇതാണ്, ലോകത്തിൻ്റെ സ്വഭാവം ഇതാണ്. ഓരോരുത്തരും വന്നിരിക്കുന്നത് അവരവരുടെ കർമ്മബലവുമായിട്ടാണ്, അവരവരുടെ കർമ്മഭാണ്ഡങ്ങളുമായിട്ടാണ്. ആരും നമ്മുടെ കൂടെ എല്ലാ കാലത്തും ഒന്നിച്ചിരിക്കുക എന്നുള്ളതില്ല. ആർക്ക് വേണമെങ്കിൽ മരണം എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. ആര് വേണമെങ്കിൽ നമ്മളെ വിട്ട് വിദൂര ദേശങ്ങളിലേക്ക് പോകാം. എന്ത് അപകടങ്ങൾ വേണമെങ്കിൽ ആർക്കും സംഭവിക്കാം. ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് അല്ലേ, അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പക്വത, ഒരു വിശാലത, അതാണ് വൃദ്ധഭാവം. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള പാകതയാണ് വൃദ്ധി. വൃദ്ധി എന്ന് പറഞ്ഞാൽ വികാസമാണ്. വികാസം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാനുള്ള കഴിവാണ്. ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയെയും ഉൾക്കൊള്ളാനുള്ള കഴിവാണ്. നിങ്ങളൊക്കെ അതുള്ളവരായി മാറട്ടെ. നിങ്ങളൊക്കെ വളരും തോറും എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിവുള്ളവരായി മാറട്ടെ. ഏതവസ്ഥയെയും എതിർച്ഛാലാഭ സന്തുഷ്ടരായി ഉൾക്കൊള്ളാൻ കഴിയുന്നവരാവട്ടെ. അപ്പോൾ എന്തായാലും ഈ നന്ദഗോപരും യശോദയും അങ്ങനെ ആയിത്തീർന്നു. ഭഗവാനിൽ നിന്ന് 11 വർഷം കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് അവരുടെ ജീവിതം ധന്യമാക്കി. അപ്പോൾ നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഭഗവാന്റെ അതിമനോഹരമായ മറ്റൊരു ബാലലീല. എന്താണത്? ഉലൂഖല ബന്ധനം എന്നുള്ള ലീലയാണ്. ഉലൂഖലം എന്നാൽ ഉരല്, അതിൽ ബന്ധിക്കുന്നതാണ് ഉലൂഖല ബന്ധനം. ആരാ ബന്ധിക്കുന്നത്? യശോദ. ആരെയാ ബന്ധിക്കുന്നത്? ഭഗവാനെ. അങ്ങനെ ഭഗവാന്റെ അരയിൽ കയറ് കെട്ടി ബന്ധിച്ചതുകൊണ്ട് ഭഗവാന് ദാമോദരൻ എന്നൊരു പേരും കൊടുത്തു, അല്ലേ? ദാമം ഉദരത്തിലുള്ളവൻ, ഉദരത്തിൽ ദാമമുള്ളവൻ ദാമോദരൻ. അങ്ങനെ ദാമോദരൻ എന്ന് ഭഗവാന് പേര് കിട്ടാനുള്ളൊരു ലീലയാണ് ഈ ഉലൂഖല ബന്ധന ലീല. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവതേ 10-മസ്കന്ധേ 9-മോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. ശ്രീശുക ഉവാച. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. ഏകദാ ഒരിക്കൽ, ഗൃഹദാസീഷു കർമാന്തര നിയുക്താസു. ഗൃഹദാസീഷു കർമാന്തര നിയുക്താസു.
ഗൃഹദാസിമാർ കർമാന്തരങ്ങളിൽ നിയുക്തരായിരുന്നപ്പോൾ. സതിസപ്തമി എന്ന പ്രയോഗമാണ്. നിയുക്താസു സത്സു എന്നും കൂടി ചേർത്താൽ വ്യക്തമായി അത് സതിസപ്തമി. അങ്ങനെയായിരുന്നപ്പോൾ എന്ന്. അപ്പൊ എന്താ സംഭവം? ഏകദാ ഒരിക്കൽ. ഇവിടെ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 4ാമത്തെ വയസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. ആ കാലത്ത് ഗോകുലത്തിൽ എല്ലാ വർഷവും നടക്കുന്നതായിട്ടുള്ള ഇന്ദ്രയാഗം എന്നുള്ള യാഗത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഗോപന്മാരെല്ലാവരും കൂടി ഇന്ദ്രന് ഒരു യാഗം ചെയ്ത് പൂജിക്കും. എന്തിനായിക്കൊണ്ട്? മഴ പെയ്യാനായിക്കൊണ്ട്. ഗോപന്മാര് ഉപജീവനം ചെയ്യുന്നത് പശുക്കളെ കൊണ്ടും മറ്റ് ജീവജാലങ്ങളെ കൊണ്ടും കൃഷി കൊണ്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ മഴയുണ്ടെങ്കിൽ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഭൂമിയിൽ സസ്യജാലങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. ഭക്ഷണം വേണം, അതുപോലെ വെള്ളം വേണം. ഇത് രണ്ടും ആവശ്യമായിട്ടുള്ളതാണ്. അത് മഴയിലേ ഉണ്ടാവുള്ളൂ. മഴയില്ലെങ്കിൽ ഭൂമി മരുഭൂമിയായി മാറും. അപ്പോൾ ആ മഴ പെയ്യിക്കുന്നതിൻ്റെ കസ്റ്റോഡിയൻ, മഴമേഘങ്ങളുടെ നാഥൻ, അതിൻ്റെ എന്താ പറയുക, മാനേജർ എന്നൊക്കെ പറയാവുന്ന സ്ഥാനത്താണ് ഇന്ദ്രനെ നിയോഗിച്ചിരിക്കുന്ന ദിക്പാലകന്മാരിൽ. അപ്പോൾ ആ ഇന്ദ്രനെ പൂജിച്ചാൽ മഴ കിട്ടുമെന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ ഇന്ദ്രന് ആരാണ് മഴയൊക്കെ കൊടുക്കുന്നത്? മഴമേഘങ്ങളെ കൊടുത്തിരിക്കുന്നത് ആരാണ്? മഴ പെയ്യിക്കാനുള്ള ശക്തി കൊടുക്കുന്നത്, അതിനുള്ള സ്ഥാനം കൊടുത്തത്? ഇതൊന്നും അവർ അധികം ചിന്തിക്കില്ല. അതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കാതെ പൂജിക്കുന്നവർ ഇന്ദ്രനെ നേരിട്ട്, ഇന്ദ്രനാണ് എല്ലാറ്റിലും വലിയ ആള് അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും മണി ഓർഡർ അയച്ചു തന്നാൽ ആ പോസ്റ്റ്മാനാണ് നമുക്ക് മണി ഓർഡർ കൊണ്ടുതരണമെന്ന് ആരെങ്കിലും ധരിച്ചാൽ എങ്ങനെ ഇരിക്കും? അയച്ച ആളെ മറന്നിട്ട് ആ പോസ്റ്റ്മാനോട് ബഹുമാനം വേണം. എല്ലാവരോടും ബഹുമാനം വേണം. പോസ്റ്റ്മാനെയും ബഹുമാനിക്കണം. പാവം വെയിലത്തും മഴയത്തും കഷ്ടപ്പെട്ട് നമുക്കിതെല്ലാം കൊണ്ടുതരുന്നതോട് ഉള്ള സ്നേഹവും ബഹുമാനവും വേണം. പക്ഷെ ഈ പൈസ തരുന്നത് പോസ്റ്റ്മാൻ അല്ല. അല്ലേ? അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് വേണ്ടി തരുന്ന പല ആനുകൂല്യങ്ങളും ഏതെങ്കിലും ഏജൻസി നമുക്ക് കൊണ്ടു തരുന്നുണ്ടെങ്കിൽ അവരല്ല അത് തരുന്നത്. അവർ വെറും ഒരു നിമിത്തം മാത്രം, അവരൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. അവർ വെറും മെസ്സഞ്ചേഴ്സ് മാത്രമാണ്. നമ്മൾക്ക് കൊണ്ടുതരുന്ന ആളുകൾ മാത്രമാണ്. അയച്ചു തന്നിരിക്കുന്നത് വേറെ ആരോ ആണ്. അവരെയും കൂടി കാണണം. പക്ഷെ അത് അറിയാതെ നമ്മൾ ഈ കൊണ്ടുവരുന്ന ആളുകളെ മാത്രം പൂജിക്കുന്നു, മറ്റവരെ മറന്നു പോകുന്നു, ശരിക്കും സോഴ്സിനെ മറന്നു പോകുന്നു. അപ്പൊ ഇതുപോലൊരു ആചാരമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ ഭഗവാൻ 7ാമത്തെ വയസ്സിൽ വൃന്ദാവനത്തിൽ വെച്ച് തിരുത്തുന്നുണ്ട്, ഇന്ദ്രയാഗം മുടക്കിക്കൊണ്ട്. ഇപ്പോൾ അവിടേക്ക് ആയിട്ടില്ല, ഇനി 4 വർഷം കഴിയണം അത് മുടക്കാൻ. ഭഗവാൻ ഇവരെ പഠിപ്പിക്കാനായിക്കൊണ്ട് ഇന്ദ്രന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കും. അപ്പൊ ഇവരിങ്ങനെ പൂജിച്ച് ഇന്ദ്രനും വിചാരിച്ചു താനാണ് എല്ലാറ്റിന്റെയും കസ്റ്റോഡിയൻ, താനാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ, താൻ എന്തോ കേമനാണ് എന്നുള്ള ഭാവം ഇന്ദ്രനും വന്നു ചേർന്നു ഇവരുടെ സമീപനം കൊണ്ട്. അല്ലെ, ഇവര് അമിതമായ പ്രാധാന്യം ഇന്ദ്രന് കൊടുത്ത് ഇന്ദ്രനെ സ്തുതിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ അങ്ങനെയൊക്കെ അഹങ്കാരം വരും. അപ്പൊ നമ്മളും ഓരോരുത്തരെയും ബഹുമാനിക്കണം, പക്ഷെ നിർത്തേണ്ടടുത്ത് നിർത്തുകയും വേണം, അല്ലെങ്കിൽ അവർ തലയുടെ മുകളിൽ കയറും. എല്ലാ രംഗത്തും ഇത് ബാധകമാണ്. അപ്പൊ എന്തായാലും അത് ഇനി 4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഇന്ദ്രയാഗത്തെ ഭഗവാൻ മുടക്കുന്നതും അതിനുള്ള എന്താ പറയുക കാര്യകാരണങ്ങളൊക്കെ ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നതും. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഈ സമൂഹത്തിലുണ്ടാവുന്ന തെറ്റുകളെയൊക്കെ തിരുത്താനായിക്കൊണ്ട്, ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് അവതരിച്ച മൂർത്തിയാണ് ഭഗവാൻ. അപ്പൊ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് ചെയ്യിക്കുന്നത്. പിന്നീട് ഇന്ദ്രയാഗം മുടക്കി ഗോവർദ്ധന യാഗമാക്കിയത് മാറ്റുന്നത്. ശരി, അപ്പോൾ ആ ഒരു സന്ദർഭമാണ് ഇവിടെ എല്ലാ വർഷവും നടക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ 3 വയസ്സ് കഴിഞ്ഞ് 4ാമത്തെ വർഷം നടക്കുമ്പോൾ
അപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് ഈ യാഗത്തിന് വേണ്ടി എല്ലാവരും ഒരുക്കങ്ങളിലാണ്. അപ്പോൾ പുരുഷന്മാരെല്ലാവരും തിരക്കിലാണ്, സ്ത്രീകളും സഹായിക്കാൻ വേണം. അവിടെ സ്ത്രീകൾക്കും ജോലികളുണ്ട്. അപ്പോൾ ഇവിടെ യശോദയുടെയും നന്ദഗോപരുടെയും ഗൃഹത്തിൽ നിത്യവും ദാസിമാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവരെയൊക്കെ നന്ദൻ ഡെപ്യൂട്ടേഷനിൽ അയച്ചിരിക്കുന്നു. അവർക്ക് അവിടെ ജോലി ഇല്ലാതാവുമ്പോൾ വീട്ടിലെ ഡെപ്യൂട്ടേഷനിൽ അയക്കും. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും വേണ്ടി വരുമ്പോൾ അവിടേക്ക് അയക്കും. അതിനുള്ള അധികാരമുള്ള രാജാവാണ് ഈ ഗോപന്മാരുടെ മുഴുവൻ രാജാവായിട്ടുള്ള നന്ദൻ. അപ്പം അദ്ദേഹം തൻ്റെ ഗൃഹത്തിലുള്ള ഗൃഹദാസികളെയെല്ലാം ഈ കർമ്മത്തിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. അതാണ് ഗൃഹദാസീഷു കർമാന്തര നിയുക്താസു. അവരെല്ലാം കർമാന്തരങ്ങളിൽ, മറ്റു കർമ്മങ്ങളിൽ നിയുക്തരായിരിക്കുന്നു. അപ്പോൾ ഗൃഹത്തിലെ നിത്യകർമ്മങ്ങൾ ചെയ്യാൻ ആളുകളില്ല. എന്നും അവർ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള പാല് കറക്കലോ മറ്റേ പാല് കാച്ചലോ തൈര് കടയലോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഗൃഹനായികയായിട്ടുള്ള യശോദയ്ക്ക് അത്ര പണിയൊന്നുമില്ല. അവരിതിൻ്റെ എല്ലാം സൂപ്പർവിഷൻ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അവരിൽ മറ്റു ജോലിക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് യശോദ നന്ദഗേഹിനി, ആ നന്ദന്റെ ഗൃഹനായികയായ യശോദ, നന്ദന്റെ ഭാഗ്യമായ യശോദ, നന്ദന്റെ പ്രൗഡ് അല്ലെങ്കിൽ പ്രൈഡായിട്ടുള്ള യശോദ എന്ന് പറയാം അല്ലേ. നന്ദന് ഇതുപോലൊരു പത്നിയെ കിട്ടിയത് ഭാഗ്യമാണ്. യശോദയ്ക്കും നന്ദനെ പോലൊരു മഹാത്മാവിനെ ഭർത്താവായി കിട്ടിയത് യശോദയുടെയും ഭാഗ്യം. അങ്ങനെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന അത്രയും നല്ലൊരു ജോഡിയാണ് ഈ യശോദയും നന്ദനും. അങ്ങനെയുള്ള നന്ദന്റെ ഗേഹിനിയായ ആ യശോദാദേവി ഇപ്പോൾ പ്രായമൊക്കെ കുറച്ച് മധ്യവയസ്സ് കടന്നിട്ടുള്ള പ്രായമാണെന്ന് മുമ്പേ പറഞ്ഞു. ദേഹത്തിനും തടിയൊക്കെ ഉണ്ട് നല്ലോണം. എപ്പോഴും പണിയെടുക്കാത്തത് കൊണ്ട് എല്ലാ പണികളും മെരുങ്ങൊന്നുമില്ല. പെട്ടെന്ന് ക്ഷീണിക്കും, വേർക്കും ഒക്കെ ചെയ്യും, തടി കൂടുതലുള്ളത് കൊണ്ട്. അപ്പം അങ്ങനെയുള്ള ദേവി നിവൃത്തിയില്ല. ഇപ്പോൾ ഈ പണി ചെയ്തേ പറ്റൂ. എന്തുകൊണ്ടെച്ചാൽ അന്നന്നാളത്തെ വെണ്ണ എടുക്കേണ്ട പണി, അന്നന്നാൾ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കണം. അത് രാവിലെ നേരത്തെ എടുക്കണം. സൂര്യോദയത്തിന് മുമ്പ് എടുക്കലാണ് പണ്ടത്തെ പതിവ്. ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് വെണ്ണ എടുക്കേണ്ടത് സൂര്യോദയത്തിന് മുമ്പാണ്. അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ തൈരിലെ മോരിലുള്ള വെണ്ണ അത് പാറിക്കളിച്ചുകൊണ്ട് അലിഞ്ഞ് പോകും. കട്ടിയായിട്ട് കിട്ടില്ല. തണുപ്പുണ്ടെങ്കിലേ അത് കട്ടിയായിട്ട് കിട്ടുള്ളൂ. മഞ്ഞുരുകും പോലെ ഉരുകിപ്പോകും. സൂര്യോദയത്തിൽ മഞ്ഞുരുകിപ്പോയില്ലേ, അതുപോലെയാണ് വെണ്ണയും. അപ്പം അതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ സൂര്യോദയ സമയത്ത് കേൾക്കുന്ന ശബ്ദമാണ് പശുവിനെ കറക്കുന്ന വീടുകൾ, അടുത്ത വീടുകളിൽ പാല് വാങ്ങിക്കുന്ന വീടുകളാണെങ്കിലും എല്ലാവിടെയും രാവിലെ നേരത്തെ തൈര് കടയുന്ന ഒരു ശബ്ദം. അതിനോടൊപ്പം ഭഗവാന്റെ നാമങ്ങളുമൊക്കെ അവർ പാടും. നമ്മുടെ വെങ്കടേശ സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു ശ്ലോകം കൂടിയുണ്ട്. വെങ്കടേശ സുപ്രഭാതത്തിൽ ഭഗവാനെ ഉണർത്തുന്ന സമയത്ത് പാടുന്നുണ്ട്. നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചു. കിട്ടുന്നില്ല.
പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത എന്നുള്ള ഇതിൽ വരുന്നുണ്ട്. കാണുന്നില്ല, വേണ്ടപ്പോൾ കാണില്ല. ഓർമ്മയുണ്ടോ? യോഷാഗണേന വരദഗ്നി വിമധ്യമാനേ എന്ന് വരുന്നുണ്ട്. അത് എത്രാമത്തെ ശ്ലോകത്തിലാണ്? എത്രാമത്തെ ശ്ലോകമാണ്? 11. ഇല്ല, 11. ചിലപ്പോൾ ഈ പുസ്തകത്തിൽ അത് മിസ്സായിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ മിസ്സായിട്ടുണ്ട്. അതുതന്നെയാണ്, ആ വരികളാണ്. ശരി, പിന്നെ ശരിക്കുള്ള പുസ്തകം എടുത്ത് നോക്കാം. അതുതന്നെയാണ് വരികൾ. യോഷാഗണേന വരദഗ്നി വിമധ്യമാനേ. ഈ പുസ്തകം പകുതിയൊക്കെ മിസ്സായിട്ടുള്ള പുസ്തകമാണ്, സോറി. ഈ ഒരു സ്തോത്രരത്നാകരം എന്നുള്ള പുസ്തകത്തിലും അതുണ്ട്, പക്ഷെ മിസ്സിംഗ് ആണ്. യോഷാഗണേന വരദഗ്നി വിമധ്യമാനേ എന്ന് ഗോശാലയേഷു ദതിമന്ദന തീവ്രഘോഷ. ആ സമയത്ത് ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം, അല്ലയോ ശേഷാദ്രിശേഖര വിഭോ, അങ്ങേക്ക് സുപ്രഭാതം ഭവിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ആ യോഷാഗണങ്ങൾ, സ്ത്രീകൾ അവരുടെ ഗോകുലങ്ങളിൽ, അവരുടെ ഗൃഹങ്ങളിലെല്ലാം വരദഗ്നി വിമധ്യമാനെ, ശ്രേഷ്ഠമായ തൈര് മധ്യമാനമാകുന്ന സമയത്തിങ്കൽ, ഗോശാലയേഷു, ഗോശാലയങ്ങൾ എന്ന് പറഞ്ഞാൽ വ്രജങ്ങളാണ്, ഗോകുലങ്ങളാണ്. ഗോകുലങ്ങളിലൊക്കെ ദതിമന്ദന തീവ്രഘോഷാഹ, ദതിമന്ദനം, തൈര് കടയുന്ന തീവ്രഘോഷങ്ങൾ ഉച്ചത്തിൽ കേൾക്കപ്പെടുന്നു. അങ്ങനെയുള്ള ആ മുഹൂർത്തത്തിൽ അങ്ങേക്ക് ഞങ്ങളിതാ സുപ്രഭാതം ആശംസിക്കുന്നു എന്ന്. അപ്പോൾ സുപ്രഭാതം എത്ര നേരത്തെ ആശംസിക്കണം? ആ സമയത്ത് അതെ, എന്തായാലും ഇങ്ങനെ പല സ്തോത്രങ്ങളിലും വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതാണ് രാവിലെ നേരത്തെ സ്ത്രീകളുടെ തൈര് കടയുന്നതായിട്ടുള്ള ശബ്ദത്തെക്കുറിച്ച്. രോഷാത് കലിം വിദതദേ ഖഗുബശ്ച കുംഭാഹ എന്നാണ്. രോഷാത് കലിം വിദതദേ ഖഗുബശ്ച കുംഭാഹ. ശരി, അപ്പം എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. യശോദ നന്ദഗേഹിനി സ്വയം ദധി നിർമ്മമന്ത. സ്വയം തന്നെത്താൻ തന്നെ ദധിയെ നിർമ്മമന്ത, ദതിമഥനം ചെയ്തു. തൈര് കടയുന്ന പണി താൻ തന്നെ സ്വയം ചെയ്തു. ചെയ്യാൻ നിർബന്ധിതയായി എന്നർത്ഥം. അല്ലെങ്കിൽ അന്നത്തെ പണി മുടങ്ങും. അന്നെടുക്കേണ്ടതായിട്ടുള്ള വെണ്ണ പിന്നെ
അളവ് കുറഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. പാലൊക്കെ തൈരൊക്കെ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെണ്ണയെടുക്കാൻ പറ്റില്ല. വെണ്ണയെടുത്ത തൈരും പാലും വെണ്ണയും ഒക്കെ മറ്റേ മോരുമൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുക, അല്ലേ? അപ്പോൾ സ്വയം നിർമ്മമന്ധ, താൻ തന്നെ നിർബന്ധിതയായി മഥനം ചെയ്യുവാനായിക്കൊണ്ട് ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. ആ മഥനം ചെയ്യാൻ വലിയ പാത്രത്തിൽ തൈരൊക്കെ എടുത്തു വെച്ച് അതിൽ കടകോലൊക്കെ ബന്ധിച്ച്, നമ്മൾ ചെറിയ ചെറിയ മത്തുകളായിരിക്കില്ല, വലിയ വലിയ കടകോല്, വലിയ വലിയ കലങ്ങളിലായിരിക്കും ഈ ഗോകുലത്തിലൊക്കെ തൈര് കടയുക. നമ്മളെപ്പോലെ എന്താ പറയുക, നാഴിപ്പാല് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് നാടാകെ കല്യാണം എന്ന് പറഞ്ഞ മാതിരി പരിപാടിയല്ല. ചെറിയ ചെറിയ പാത്രങ്ങൾ പോരാ തൈരൊക്കെ എടുത്തു വെക്കാനായിട്ട്, വലിയ വലിയ കലങ്ങളിലായിരിക്കും. അപ്പം അത് കടയണമെങ്കിൽ എന്ത് വേണം? വലിയ മത്തുകൾ വേണം. അത് ചെറിയ കൈകൊണ്ട് കടയുന്ന പോരാ. അപ്പം അതിനെ തൂണിൽ ബന്ധിച്ചിട്ടുള്ള കയറോട് കൂടിയിട്ട് ഇതിലും ബന്ധിച്ച് അതിനെ രണ്ട് വശത്തേക്കും രണ്ട് കൈകളെ കൊണ്ട് വലിക്കുന്ന കയറുകളാണ്. അപ്പോഴാണ് ആ വലിയ മത്ത് വലിയ കലത്തിൽ കിടന്ന് ഓടി നടന്ന് മഥനം ചെയ്യുക. ഒരു ചെറിയ പാലാഴി മഥനം തന്നെ, അല്ലേ? അപ്പം അങ്ങനെ മഥനം നടന്ന ദേവി തുടങ്ങി. നിർമ്മമന്ദ സ്വയം ദധി. യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമന്ധനേ കാലേ സ്മരന്തി താന്യഗായത. യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമന്ധനേ കാലേ സ്മരന്തി താന്യഗായത. യാനി യാനി ഇഹ ഗീതാനി തദ്ബാലചരിതാനി ച. ആ അവളുടെ തന്നെ അല്ലേ, തസ്യാഹ ബാലസ്യ ചരിതാനി തദ്ബാലചരിതാനി, അവളുടെ തന്നെ മകനായ കൃഷ്ണന്റെ ചരിതങ്ങള് യാനി യാനി ഏതേതങ്ങൾ ആണോ ഇഹ ഗീതാനി ഇവിടെ കീർത്തിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കാലത്തുള്ള കവികളും ഒരുവിധം എന്താ പറയുക പദ്യങ്ങൾ രചിക്കാൻ കഴിവുള്ളവരൊക്കെ, പാട്ടുകൾ രചിക്കാൻ കഴിവുള്ളവരൊക്കെ, അല്പസംഗീത വാസനയും അല്പം കവിത്വവും ഒക്കെ ഉള്ളവരൊക്കെ തന്നെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഭഗവാന്റെ ഈ ലീലകളെ കവിതകളാക്കി അവതരിപ്പിക്കും, ഗീതങ്ങളാക്കി അവതരിപ്പിക്കും. അപ്പൊ അന്നത്തെ കാലത്തും പല കവികളും ഈ എന്താ പറയുക കൃഷ്ണന്റെ കളികളെ കുറിച്ചൊക്കെ വർണ്ണിച്ച് ഈ അച്ഛനമ്മമാരെ വന്ന് കേൾപ്പിക്കും. യശോദയെയും നന്ദനെയും വന്ന് കേൾപ്പിക്കും. എന്നിട്ട് അവരുടെ നിന്ന് സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അതിപ്പോൾ ഗോപികമാരടക്കം ഉണ്ടാവും. അതിൽ പല ഗോപികമാരും നല്ല കവയത്രികൾ ഉണ്ടാവും. അവരുടെ ജീവിതം പാലും ഇതൊക്കെ വിറ്റിട്ടാണെങ്കിലും അവർക്ക് നാടൻ പാട്ടുകളൊക്കെ അറിയാം. അങ്ങനെ അവർ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിക്ക് അനുസരിച്ച് ഭഗവാന്റെ ഗാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ യശോദ സ്വന്തം നിർമ്മിക്കാനും ഒരു കുഴപ്പമില്ല. യശോദയാൽ സ്വയം നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള കൃഷ്ണഗാനങ്ങൾ ഉണ്ടാവാം. അങ്ങനെയും തദ്ബാലചരിതാനി യാനി യാനി ഇഹ ഗീതാനി ഇവിടെ കീർത്തിക്കപ്പെടുന്നുവോ അതൊക്കെ തന്നെ നിർമ്മന്ദനേ കാലേ, ദധിമഥനം ചെയ്യുന്നതായിട്ടുള്ള കാലത്തിൽ സ്മരന്തി അവയെ ഓർക്കുന്നവളായിട്ട് താനി അഗായത അവയെല്ലാം പാടിക്കൊണ്ടിരുന്നു എന്നർത്ഥം. അപ്പൊ ദേവി ആ കടകോല് കയറ് വലിച്ച് മഥനം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നല്ലോണം റിലാക്സ്ഡ് ആണ്. മറ്റ് പണികളൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഏകാഗ്രത വേണ്ടതാണ്. ഇതാകുമ്പോൾ കുറച്ച് സെയിം ആക്ഷനാണ്, അല്ലേ? അതിൽ ബുദ്ധിക്കൊന്നും വലിയ സ്ഥാനമില്ല. അപ്പം അതുകൊണ്ട് കൈകൾക്കുള്ള എക്സസൈസ് മാത്രമേ ഉള്ളൂ. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് പലതും ആലോചിക്കാനും പാട്ടുകൾ പാടാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് റിലാക്സ് ചെയ്ത് ഭഗവാന്റെ പാട്ടുകൾ ഭഗവാന്റെ കഥകളൊക്കെ ഓർത്തോർത്ത് പാടിക്കൊണ്ടിരിക്കും. തൻ്റെ മകനെ കുറിച്ചിട്ടുള്ള ഗാനങ്ങൾ പാടി ആസ്വദിക്കുകയാണ്. യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമന്ദനേ കാലേ സ്മരന്തി താന്യഗായത. ആ ദേവി കടയുന്ന രംഗം അതിമനോഹരമായിട്ടുള്ള ഒരു ശ്ലോകത്തിലൂടെ വർണ്ണിക്കുകയാണ്.
ക്ഷൗമം വാസഃ പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുചയുഗം ജാതകമ്പം ച സുബ്രൂഃ രജ്വാകർഷശ്രമഭുജചലത്കങ്കണൗ കുണ്ടലേ ച സ്വിന്നം വക്രം കബരവികളന്മാലതീ നിർമ്മമന്ദ ക്ഷൗമം വാസഃ പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുചയുഗം ജാതകമ്പം ച സുബ്രൂഃ രജ്വാകർഷശ്രമഭുജചലത്കങ്കണൗ കുണ്ടലേ ച സ്വിന്നം വക്രം കബരവികളന്മാലതീ നിർമ്മമന്ദ. ഈ ശ്ലോകവും അഷ്ടമസ്കന്ധത്തിലെ 7-ാം അധ്യായത്തിൽ ഭഗവാൻ പാലാഴി മദനം ചെയ്യുന്ന ഒരു രംഗം വർണ്ണിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. തമ്മിൽ ഒരേ ഭാവം, രണ്ടും ഒരുപോലെ തോന്നും. മേഘശ്യാമകനകപരിധിഃ കർണവിദ്യോതവിദ്യുന്മൂർധ്നി ഭ്രാജത്വിലുളിതകജഃ സ്രഗ്ധരോ രക്തനേത്രഃ ജൈത്രൈർദോർഭിഃ ജഗദഭയദൈർ ദന്തശൂകം ഗൃഹീത്വാ മദ്നന്മദ്നാ പ്രതിഗിരിവാശോഭദാദോ ധൃതാദ്രിഃ. ഭഗവാൻ പാലാഴി മദനം ചെയ്യുമ്പോൾ പ്രതിഗിരിവ അശോഭത എന്ന് പറയുന്നത് മറ്റൊരു പർവ്വതം പോലെ, ആ മന്ദരപർവ്വതത്തിന് തുല്യമായിട്ട് മറ്റൊരു പർവ്വതം പോലെ നിന്നുകൊണ്ട് ശോഭിച്ചു. തന്റെ അനേക കൈകളെ കൊണ്ട് ജൈത്രൈർ ദോർഭിഹി ദന്തശോകം ഗൃഹീത്വ, ആ പാമ്പിനെ വാസുകിയെ പിടിച്ചുകൊണ്ട് ഭഗവാൻ മദനം ചെയ്തു. ആ ഭഗവാന്റെ ആ പാലാഴി മദനം കുണ്ടലങ്ങളൊക്കെ ആട്ടിക്കൊണ്ടുള്ളതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ശരീര ചലനം വർണ്ണിച്ചു. അതുപോലെ ഇവിടെ ഒരു രംഗം. ആ ദേവി എങ്ങനെയുള്ള രൂപം? ദേവിയെ കുറിച്ച് ക്ഷൗമം വാസഃ പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം. ദേവി നല്ല തടിയുള്ള ദേഹമാണെന്ന് പറഞ്ഞതാണ്. പൃഥു എന്ന് പറഞ്ഞാൽ തടിച്ചത്, പൃഥുലമായത്. കടിതടം അരക്കെട്ട്. അപ്പൊ ദേവിയുടെ അരക്കെട്ട് നല്ല തടിച്ചതാണ്. ആ തടിച്ച അരക്കെട്ടില് സൂത്രനബ്ദം ക്ഷൗമം വാസഃ. സൂത്രനബ്ദം, സൂത്രം എന്നാൽ നൂലാണ്, ഇവിടെ അരഞ്ഞാൻ, അരഞ്ഞാൻ കൊണ്ട് ബന്ധിച്ചതായിട്ടുള്ള ക്ഷൗമം വാസഃ. ക്ഷൗമം പട്ട്, വാസസ് വസ്ത്രം. അപ്പൊ പട്ട് വസ്ത്രം ചുറ്റിയിട്ടുണ്ട് ദേവി അരയില്. അതിനെ അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് അരഞ്ഞാൻ അതിന്റെ മേലെ ഇട്ട് ബന്ധിച്ചിട്ടുണ്ട്. അതാണ് സൂത്രനബ്ദം ക്ഷൗമം വാസഃ പൃഥുകടിതടേ ബിഭ്രതി. ദേവി ധരിച്ചിരിക്കുന്നു. ബിഭ്രതി എന്ന് പറഞ്ഞാൽ ഭരിച്ചിരിക്കുന്നു, ധരിച്ചിരിക്കുന്നു എന്നൊക്കെ അർത്ഥം. മാത്രമല്ല ദേവിയുടെ പുത്രസ്നേഹസ്നുത കുചയുഗം ജാതകമ്പം. ജാതകമ്പം, കമ്പം ഇളക്കം. അപ്പൊ കമ്പത്തോടു കൂടിയത്, കമ്പനത്തോടു കൂടിയത്, നല്ലോണം ഇളകുന്നതായിട്ടുള്ള പുത്രസ്നേഹസ്നുത കുചയുഗം. പുത്രസ്നേഹം, ഭഗവാന്റെ പാട്ടുകൾ പാടുന്തോറും ആ ഉണ്ണിയോടുള്ളതായിട്ടുള്ള വാത്സല്യവും അതേപോലെ ഭക്തിയും, രണ്ട് ഭാവവും ദേവിയുടെ ഉള്ളിലുണ്ട്. അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഓരോ കഥകളും ഓർക്കും തോറും ദേവിയുടെ ഉള്ളിലുള്ള വാത്സല്യം കനിഞ്ഞ് അത് മുലപ്പാലായിട്ട് കിനിയുകയാണ്. ഉള്ളിൽ ഹൃദയം ആർദ്രമാകുമ്പോൾ, സ്നേഹം കൊണ്ട് ആർദ്രമാകുമ്പോൾ അത് സ്തനങ്ങളിലൂടെ ഒഴുകുന്നു. അമ്മമാരുടെ ഒരു ഭാവമാണ്. അപ്പോ സ്നുത കുചയുഗം. സ്നുതം എന്ന് പറഞ്ഞാൽ സ്രവിക്കുന്നത്, ഒഴുകുന്നത്. ഇപ്പൊ പുത്രസ്നേഹം കൊണ്ട്, പുത്രവാത്സല്യം കൊണ്ട് ഒഴുകുന്നതായിട്ടുള്ള കുചയുഗം, അത് ജാതകമ്പം, അത് ഇളകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയായിക്കൊണ്ട് രജ്വാകർഷശ്രമഭുജ ചലത്കങ്കണൗ കുണ്ടലേ ച. രജ്ജു ആകർഷം. രജ്ജു എന്ന് പറഞ്ഞാൽ കയറിനെ പിടിച്ച് ആകർഷിക്കുമ്പോൾ, പിടിച്ച് വലിക്കുന്നതായിട്ടുള്ള സമയത്ത് ശരീരം തടിച്ചതായതുകൊണ്ടും അധികം പണിയൊന്നും എടുക്കാത്ത രാജ്ഞി ആയതുകൊണ്ടും ഇപ്പൊ എന്തായി? ശ്രമം ഉണ്ടായി. ശ്രമം, നല്ല പ്രയത്നം. ആ ശ്രമം കൊണ്ട്, ശ്രമത്തോടുകൂടിയ ഭുജചലത് കങ്കണം, കൈകളിൽ ചലിക്കുന്ന കങ്കണങ്ങൾ, വളകൾ കിലുങ്ങുന്നുണ്ട്. രണ്ട് കൈകളിലുള്ള വളകൾ നല്ലോണം കിലുങ്ങുന്നുണ്ട്. ഇതിന്റെ ഇളക്കം കൊണ്ട്, കൈകളുടെ ചലനം കൊണ്ട്, രണ്ട് ഭാഗത്തും കയറിനെ വിളിച്ച് ഇടതും വലതും വലിക്കുന്നത് കൊണ്ട്. അങ്ങനെ രജ്വാകർഷശ്രമഭുജ ചലത് കങ്കണൗ കുണ്ടലേ ച. കുണ്ടലം, കാതിലെ കുണ്ടലങ്ങൾ, കാതിലുള്ള ഞാത്തി ഇട്ടിരിക്കുന്ന ആഭരണങ്ങളും ആടുന്നുണ്ട്.
ദേവിയുടെ ചലനത്തിനനുസരിച്ച് തലയാടുന്നുണ്ട്, ശരീരമാടുന്നുണ്ട്, സ്തനങ്ങളാടുന്നുണ്ട്, കൈകൾ രണ്ട് ഭാഗത്തേക്കും ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഒപ്പം കാതിലെ കുണ്ടലങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നു. സ്വിന്നം വക്ത്രം, വക്ത്രം സ്വിന്നം, വക്ത്രം മുഖം, അത് സ്വിന്നം എന്ന് പറഞ്ഞാൽ സ്വേദപൂർണം. സ്വേദം എന്ന് പറഞ്ഞാൽ വേർപ്പ്, വേർപ്പ് നിറഞ്ഞത് സ്വിന്നം. മുഖം മുഴുവൻ വേർത്ത് കുളിച്ചിട്ടുണ്ട്. എന്താ, പണിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ലെ, ആ തടി കൊണ്ടുമൊക്കെ ഉണ്ടാവുന്നതായിട്ടുള്ള വേർപ്പ്. അങ്ങനെയുള്ള സ്വിന്നം വക്ത്രം, വിയർത്തൊഴുകുന്ന മുഖവും, ബിഭ്രതി കബരവികളൻ മാലതി, കബരം ശരീരത്തിൽ തലമുടി, കബരഭാരം തലമുടിക്കെട്ട്, അതിൽ നിന്ന് വികളിക്കുന്ന കൊഴിഞ്ഞു വീഴുന്ന മാലതി മുല്ലപ്പൂക്കളോടുകൂടി. അപ്പൊ രാവിലെ നേരത്തെ തലമുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടുണ്ട്, അലങ്കാരമൊക്കെ ചൂടിയിട്ടുണ്ട്. പക്ഷെ അത് ഈ പാട്ട് പാടിക്കൊണ്ട് ശരീരം ഇളകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് തലയിൽ നിന്ന് ആ മുല്ലപ്പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് ഓരോ പാട്ടിനും ഓരോ നാമാവലിക്കും അർച്ചന ചെയ്യുന്നത് പോലെ പുറകിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കബര വികളൻ മാലതി, അങ്ങനെയായിട്ടുള്ള ദേവി സുബ്രൂഹു എന്ന ദേവിയെ പറഞ്ഞു, നല്ല പുരികക്കൊടിയോട് കൂടിയവൾ, സുന്ദരി. അപ്പൊ ആ ദേവി നിർമ്മമന്ത, നിർമ്മമന്ത നിതരാം മദനം ചെയ്തു എന്നർത്ഥം. നന്നായിട്ട് മദനത്തെ ചെയ്തു. തൈര് കടഞ്ഞുകൊണ്ട് ഇരുന്നു. ആ തൈര് കടഞ്ഞുകൊണ്ടിരുന്ന രംഗത്തെയാണ് ഒരു 1.5 ശ്ലോകം കൊണ്ട് വർണ്ണിച്ചത് എന്ന് പറയാം. ക്ഷൗമം വാസ പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്നുത കുചയുഗം ജാതകമ്പം ച സുബ്രൂഹു രജ്വാകർഷശ്രമഭുജചലത്കങ്കണൗ കുണ്ടലേ ച സ്വിന്നം വക്ത്രം കബരവികളൻ മലതി നിർമ്മമന്ദം. ഈ സമയത്താണ് അമ്മയുടെ പാട്ടും ബഹളവും ഒക്കെ കേട്ടിട്ടാണ് ഉണ്ണിക്കണ്ണൻ ഉണരുന്നത്. കൗസല്യാ സുപ്രജാരാമ പൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്നികം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ഇങ്ങനെയുള്ള സുപ്രഭാതം കേട്ട് ഭഗവാൻ എഴുന്നേൽക്കും പോലെ, ഉണരും പോലെ ഇവിടെ ദേവിയുടെ, യശോദാദേവിയുടെ പാട്ടുകളാണ് സുപ്രഭാതമായിട്ട് ഭഗവാന്റെ കാതിൽ മുഴകിയത്. ഭഗവാൻ ഉണർന്ന് സാധാരണ രീതിയിൽ അമ്മ അവിടെ ചെന്ന് വിളിച്ചാണ് പതിവ്, എടുത്തോണ്ട് പോവുകയാണ് പതിവ്. ഇവിടെ അമ്മയെ കാണാനില്ല, അമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കണു. വിളിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും, കാണാതായപ്പോൾ ദേഷ്യപ്പെട്ട് ഇറങ്ങി വരികയാണ്. താൻ തന്നെ ഇറങ്ങി വന്നു. അത് അങ്ങനെ പറയുന്നുള്ളൂ. ഇവിടെ ബാക്കി കഥയൊക്കെ നമുക്ക് കൂട്ടാം, ഇടയിൽ പലതും കൂട്ടാമെന്നർത്ഥം. താം സ്തന്യകാമ ആസാദ്യ മദ്നന്ദീം ജനനീം ഹരിഃ ഗൃഹീത്വാ ദധിമന്ദാനം നിഷേധത് പ്രീതിമാവഹൻ. താം സ്തന്യകാമ ആസാദ്യ മദ്നന്ദീം ജനനീം ഹരിഃ ഗൃഹീത്വാ ദധിമന്ദാനം നിഷേധത് പ്രീതിമാവഹൻ. അപ്പോ സാധാരണ പതിവ് പോലെ തന്നെ എടുക്കാൻ വരുന്ന അമ്മ വരുന്നില്ല. അമ്മ തൈര് കടയുന്നതിൽ തിരക്കിലാണ്. വിളിച്ചിട്ടും അമ്മ പറഞ്ഞു, മോനെ ഇന്ന് ഇങ്ങോട്ട് വരൂ, അമ്മയ്ക്ക് ഇവിടെ സഹായികൾ ആരുമില്ല, അമ്മ തന്നെ ഇപ്പൊ തൈര് കടയണം, നേരം സൂര്യോദയത്തിന് മുമ്പ് തൈര് കടഞ്ഞു തീർക്കണ്ടേ, എന്നാലല്ലേ ഉണ്ണിക്ക് വയറ് നിറച്ച് വെണ്ണയൊക്കെ തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഉണ്ണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്താ വെച്ചാൽ തന്നെക്കാളും വിലപിടിച്ചതാണോ അമ്മയ്ക്ക് ഈ തൈരും പാലും വെണ്ണയൊക്കെ. തന്നെക്കുറിച്ച് അല്ലെ യോഗികളൊക്കെ തപസ് ചെയ്യുന്നു, ധ്യാനത്തിൽ കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണാൻ പോലും ഭാഗ്യമില്ല അവർക്കൊന്നും. എത്രയോ അല്ലെ രാജാക്കന്മാര് അവരുടെ രാജ്യമെല്ലാം ഉപേക്ഷിച്ച് സന്യാസികളായി കാട്ടിൽ ചെന്ന് തപസ്സനുഷ്ഠിക്കുന്നു ഭഗവാനെ കാണാൻ. അങ്ങനെയുള്ള എല്ലാവരാലും തിരയപ്പെടുന്ന പാദകമലങ്ങളോടുകൂടിയതായിട്ടുള്ള ഭഗവാൻ ഇവളുടെ വീട്ടിൽ വന്ന് ഇവളെ അനുഗ്രഹിക്കുമ്പോൾ ഒരു വിലയില്ല. ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അല്ലേ, അവൻ എൻ്റെ മകനല്ലേ, എൻ്റെ ചൊൽപ്പടിക്ക് നിന്നോളൂ, ഞാൻ അവനെ സേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ എന്നെ സേവിക്കട്ടെ എന്നുള്ള മട്ടൊക്കെ ചിലപ്പോൾ വരും അല്ലേ. അതാണിപ്പോൾ ഉണ്ണി എണീക്കാൻ സഹായിക്കാതെ അവിടെ ചെന്ന് എടുക്കാതെ നല്ല വാക്കുകൾ പറഞ്ഞ് കാലും മുഖം കഴുകിച്ച് അല്ലെങ്കിൽ പാല് കൊടുത്ത് സന്തോഷിപ്പിച്ചൊക്കെ വേണം കൊണ്ടുവരാൻ. പക്ഷെ അതിനൊന്നും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല.
തൻ്റെ പാല് അല്ലെങ്കിൽ തൈര് ഒക്കെയാണ് വലുത്. അപ്പോൾ ആ സമയത്ത് പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിനെയും കാതോർക്കുന്നുണ്ട്, അതിന് വല്ലതും സംഭവിക്കുന്നുണ്ടോ, പാല് തിളച്ച് പൊങ്ങുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. അങ്ങനെ ആ ഭഗവാൻ നിർബന്ധിതനായി എവിടേക്ക് അമ്മയുടെ അടുത്തേക്ക് വരാൻ, എന്തായാലും ദേഷ്യത്തോടു കൂടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതാണ് ഇവിടെ പറയുന്നുണ്ട്. താം സ്തന്യകാമ ആസാദ്യ മദ്നന്ദീം ജനനീം ഹരി ഗൃഹീത്വാ ദതിമന്ദാനം ന്യഷേദത് പ്രീതിമാവഹൻ. മദ്നന്ദീം ജനനീം താം സ്തന്യകാമഃ ഹരിഹി ആസാദ്യ. മദ്നന്ദി മദനം തുടർന്നുകൊണ്ടിരിക്കുന്നവളായ ജനനീം അമ്മയെ, താം അവളെ, സ്തന്യകാമഃ മുല കുടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, രാവിലെ എഴുന്നേറ്റ കൊച്ചുകുട്ടികൾക്കൊക്കെ ആ മുല കുടിക്കുക എന്നുള്ള ശീലം ഉണ്ടാവും. അപ്പൊ അത് ആഗ്രഹിക്കുന്നവനായിട്ട് ആ ഹരിഹി, ഇവിടെ ഭഗവാൻ തന്നെയാണ്, ആസാദ്യ ഇവിടേക്ക് അടുത്തേക്ക് വന്നിട്ട് സമീപിച്ചിട്ട്, അപ്പോഴും അമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദേഷ്യപ്പെട്ടുകൊണ്ട് ദതിമന്ദാനം ഗൃഹീത്വ, ആ കടകോലിനെ അങ്ങോട്ട് പിടിച്ചു. അമ്മയുടെ ഒരു കടകോലും അമ്മയുടെ ഒരു തൈരും കടച്ചിലും. ഇത്തിരി നേരം അതിനെ വിട്ടു നിൽക്കൂ, ഞാൻ ഇത്തിരി പാല് കുടിക്കട്ടെ, എൻ്റെ പതിവുള്ള പാല് തരൂ എന്ന മട്ടില് തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മയുടെ കടകോലിനെ കയറി അങ്ങോട്ട് പിടിച്ചു. അതാണ് ദതിമന്ദാനം ഗൃഹീത്വ. കടകോലിനെ പിടിച്ചിട്ട് പ്രീതിമാവഹൻ ന്യഷേദത്. മക്കൾ എന്ത് ചെയ്താലും, കൊച്ചുകുട്ടികൾ എന്ത് ചെയ്താലും അമ്മമാർക്ക് പ്രീതി കൂടുകയുള്ളൂ, സന്തോഷം കൂടുകയുള്ളൂ, സ്നേഹം കൂടുകയുള്ളൂ. അപ്പൊ കൃഷ്ണന്റെ നേരെ ആ സ്നേഹം അമ്മയ്ക്ക് കൂട്ടിക്കൊണ്ട് ഈ ഇത്തിരി രോഷമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അമ്മമാർ കൗതുകത്തോടെ അതൊക്കെ അങ്ങനെ ആസ്വദിക്കും അല്ലേ. അപ്പൊ ആ സ്നേഹം കൂടുകയാണ്. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മയുടെ ഉള്ളില് തന്റെ നേരെയുള്ള പ്രീതിയെ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് നിഷേധിച്ചു. അമ്മ കടയുന്നതിനെ നിഷേധിച്ചു. അങ്ങനെ മാറ്റി നിർത്തി, കടകോലിനെയൊക്കെ തള്ളി മാറ്റി അമ്മയുടെ കക്ഷത്തിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഇടിച്ച് കയറി മടിയിലേക്ക് ഇരുന്നു. അങ്ങനെ മടിയിൽ തന്റെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താണ്, അമ്മയുടെ റൗക്ക തുറന്ന് അമ്മയുടെ സ്ഥലങ്ങളെടുത്ത് വായിൽ വെച്ച് കുടിക്കാൻ ആരംഭിച്ചു. അതാണ് അടുത്ത ശ്ലോകം. തമംഗമാരൂഢമപായയസ്തനം സ്നേഹസ്നുതം സസ്മിതമീക്ഷതി മുഖം അതൃപ്തമുത്സൃജ്യ ജവേലസായയൗ ഉത്സിച്യമാനേ പയസി ത്വതിശ്രിതേ. തമംഗമാരൂഢമപായയസ്തനം സ്നേഹസ്നുതം സസ്മിതമീക്ഷതി മുഖം അതൃപ്തമുത്സൃജ്യ ജവേലസായയൗ ഉത്സിച്യമാനേ പയസി ത്വതിശ്രിതേ. ഭഗവാൻ അങ്ങനെ തം അംഗമാരൂഢം, ആ മടിയിൽ കയറിയിരിക്കുന്നവന് അർത്ഥം. ഭഗവാൻ ഇടിച്ചു കയറി മടിയിൽ സ്ഥാനം പിടിച്ചിരുന്നു. അങ്ങനെ മടിയിലിരുന്നപ്പോൾ സ്നേഹസ്നുതം സ്തനം അപായത്, ഭഗവാനോടുള്ള മകനോടുള്ളതായിട്ടുള്ള വാത്സല്യം കൊണ്ട് സ്രവിക്കുന്ന ഒഴുകുന്ന ആ സ്തനത്തെ അപായത് പാനം ചെയ്യിപ്പിച്ചു, കുടിപ്പിച്ചു. എങ്ങനെ? സസ്മിതം മുഖം ഈക്ഷതി, ആ ഭഗവാന്റെ മുഖം അല്പം മന്ദഹാസമുണ്ട്. പാല് കുടിക്കുന്തോറും വിശപ്പ് മാറുന്തോറും തന്റെ കാര്യം സാധിച്ചു എന്നുള്ള തന്റെ വിജയീ ഭാവത്തോടുകൂടി ഒരു മന്ദസ്മിതമൊക്കെ വരും. അമ്മയുടെ പണിയൊക്കെ നിർത്തിവെച്ച് തന്റെ കാര്യം നേടി എന്നുള്ള മട്ടില് ഭഗവാൻ ഒരു ചിരിയൊക്കെ ഉണ്ട്, മന്ദഹാസം മുഖത്തുണ്ട്. എന്താണ് സസ്മിതം മുഖം വീക്ഷതി എന്ന് വെച്ചാൽ അത് കുറച്ച് സമയമെടുക്കും ആ സ്മിതമൊക്കെ വരാൻ. ആദ്യം ദേഷ്യപ്പെട്ട് വന്നതാണ്, പാല് കുടിക്കുന്തോറും ഉള്ളില് വിശപ്പ് മാറുന്നു, ദാഹം കുറയുന്നു, ക്ഷീണം മാറുന്നു, ഉത്സാഹം കൂടുന്നു, അമ്മയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു. അങ്ങനെ പതുക്കെ മുഖം വികസിക്കുന്നു. അപ്പൊ അങ്ങനെ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പാല് കുടിക്കുന്നുണ്ട്. ആ സസ്മിതം മുഖം ഈക്ഷതി, ആ ചിരിക്കുന്ന മുഖത്തെ നോക്കിക്കൊണ്ടാണ് ഇവള് മകന് പാല് ചുരത്തി കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അതൃപ്തം, തൃപ്തിയായിട്ടില്ല, മതിയായിട്ടില്ല, കുടിച്ചോണ്ടിരിക്കുകയാണ്, നല്ല സന്തോഷമായിട്ട് കുടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ അതൃപ്തം ഉത്സൃജ്യ ജവേനസായയൗ, അതൃപ്തനായ ഭഗവാനെ ഉത്സർജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, തള്ളി അവിടെ താഴെ ഇടുക എന്നൊക്കെ അർത്ഥം. അപ്പൊ മടിയിൽ നിന്ന് തിരക്കി അങ്ങോട്ട് താഴേക്ക് ഇട്ടു. ജവേന വേഗത്തിൽ, ശക്തിയോടുകൂടെ എന്നൊക്കെ അർത്ഥം. തന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണിയെ പിടിച്ച് താഴേക്ക് അങ്ങോട്ട് ഉത്സൃജ്യ യയൗ എന്ന് പറഞ്ഞാൽ യാത്രയായി. എവിടേക്ക്? അധിശ്രിതേ പയസിതു ഉത്സിച്യമാനേ. അധിശ്രിതം എന്ന് പറഞ്ഞാൽ അടുപ്പിന്റെ മുകളിൽ വെച്ചത്. അധിശ്രിതം മുകളിലിരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? ഇവിടെ അടുപ്പിന്റെ മുകളിലിരിക്കുന്നത് എന്നർത്ഥത്തില്. അപ്പോൾ അടുപ്പിന്റെ മുകളില് അതിശ്രിതമായ
പയസി ഉത്സിച്യമാനേ സതി. ആ പയസ് പാല് ഉത്സേചനം ചെയ്യപ്പെടുന്നു. ഉത്സേചനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊങ്ങി വഴിയുക, നിറഞ്ഞൊഴുകുക. ഉത്സേചനം, മുകളിലോട്ട് സേചനം ചെയ്യുക, നനയുക. അപ്പൊ മുകളിലോട്ട് പൊങ്ങി പുറത്തേക്കൊക്കെ ഒഴുകുകയാണ്. ആ പാല് കാച്ചുമ്പോൾ നമ്മൾ എന്താ പറയുക, പൊങ്ങി വരില്ലേ, ആ പൊങ്ങി ഒഴുകുന്നു, പാത്രത്തിനെ കവിഞ്ഞൊഴുകുന്നു. അപ്പോൾ അത് അഗ്നിയിലേക്ക് വീഴുമ്പോൾ അഗ്നിയിൽ നിന്ന് ശബ്ദം ഉണ്ടാവും. വലിയ പാത്രത്തിലായിരിക്കും പാല് വെച്ചിട്ടുണ്ടാവുക, അതിനനുസരിച്ചിട്ടുള്ള ശബ്ദമൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ശബ്ദമൊക്കെ കേട്ട് പാലൊക്കെ ഒഴുകിപ്പോകുന്നു എന്ന് അമ്മ മനസ്സിലാക്കിയിട്ട് അത് വേഗം അതിൽ നിന്ന് എടുത്തു വെക്കാനായിട്ട്, അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാനായിട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴോ ഭഗവാൻ നല്ല സുഖം ആസ്വദിച്ച് പാല് കുടിക്കുകയാണ്. വിടാൻ മനസ്സില്ല. അപ്പം മുറുകെ പിടിച്ചിട്ടുണ്ടാവും അമ്മേ. എന്നാൽ അമ്മ തന്റെ ബലം മുഴുവൻ ശക്തി എടുത്തിട്ട് ജവേന ഉത്സർജ്യ, ശക്തിയോടുകൂടി താഴേക്ക് തള്ളി വെച്ചിട്ട് സായയൗ, അവള് യാത്രയായി. അവള് പോയി എവിടേക്ക്, അടുപ്പിന്റെ അടുത്തേക്ക് ഓടിപ്പോയി പാലെടുത്ത് വെക്കാൻ, പാല് തിളച്ചു പോകുന്നതിനെ മാറ്റിവെക്കാനായിക്കൊണ്ട്. ഭഗവാന് ദേഷ്യം വരാതിരിക്കുവോ? അല്ലേ? എല്ലാ ദേവന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ ആരെ പിടികിട്ടാൻ വേണ്ടി പെടാപാടുപെടുന്നുവോ, ആരുടെ പുറകെ നടക്കുന്നുവോ, ആരെ വനങ്ങളിലൊക്കെ ചെന്ന് ധ്യാനിക്കുന്നുവോ, യോഗങ്ങളും തപസ്സുകളും ഒക്കെ അനുഷ്ഠിക്കുന്നുവോ, ആ ഭഗവാനെ തന്റെ മകനായിട്ട് കിട്ടിയിട്ട് ഒരു വിലയില്ലാതെ തള്ളിക്കളഞ്ഞിട്ട് തന്റെ പാലിനെ എടുത്തു വെക്കാൻ പോണു. അപ്പൊ ഭഗവാൻ എന്ത് തീരുമാനിച്ചു? ഇവളുടെ ഈ പാലിനോടും തൈരിനോടുള്ള ബന്ധം, മമത ഇനിയും പോയിട്ടില്ല, അതിനെ നശിപ്പിക്കണം, ഇനിയും നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ ഉള്ളിൽ ദേഷ്യം വരുന്നു. കുട്ടിയുടെ ഭാവം പ്രകടിപ്പിക്കുന്നു. ദേഷ്യം വന്ന കുട്ടികൾ എങ്ങനെയാണ് ആ ഭാവമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മയുടെ തൈർക്കലത്തെ അടിച്ചു പൊട്ടിക്കുന്ന രംഗമാണ് അടുത്തത്. സഞ്ജാതകോപസ്ഫുരിതാരുണാധരം സന്ദശ്യദദ്ഭിർദതി മന്ദഭാജനം ഭിത്വാമൃഷാശ്രുദൃശദശ്മനാരഹോ ജഗാസഹയ്യംഗവമന്തരം ഗത. സഞ്ജാതകോപസ്ഫുരിതാരുണാധരം സന്ദശ്യദദ്ഭിർദതി മന്ദഭാജനം ഭിത്വാമൃഷാശ്രുദൃശദശ്മനാരഹോ ജഗാസഹയ്യംഗവമന്തരം ഗതഃ. അമ്മയോട് നല്ല കോപം വന്നു. ആ കോപം പ്രകടിപ്പിച്ചുകൊണ്ട് സഞ്ജാതകോപഃ, സമ്യക് ജാതകോപനായിട്ട്, കോപം ജനിച്ചവനായിട്ട്, വർദ്ധിച്ച കോപത്തോടു കൂടിയവനായിട്ട്, സ്ഫുരിത അരുണാധരം, ഭഗവാന്റെ അധരം അത് സ്ഫുരിക്കുന്നുണ്ട്. സ്ഫുരിക്കാതെ തന്നെ വിറയ്ക്കുക. ദേഷ്യം വന്നാൽ നമ്മുടെ ചുണ്ടൊക്കെ വിറയ്ക്കും, അല്ലേ? അപ്പോ അരുണാധരം, നല്ല ചുവന്ന ചുണ്ടുകൾ ഇങ്ങനെ സ്ഫുരിക്കുകയാണ്, വിറയ്ക്കുകയാണ്. അങ്ങനെയുള്ള അരുണാധരത്തെ സന്ദശ്യ, എന്തുകൊണ്ട്? ദദ്ഭിഹി, ദദ്ഭിഹി പല്ലുകളെ കൊണ്ട്, അരുണാധരം സന്ദശ്യ, നല്ല ചുണ്ടിനെ കടിച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പൊ ദേഷ്യം വന്നാൽ ചിലർ ചുണ്ട് കടിക്കും, ചിലരുടെ ചുണ്ടൊക്കെ പൊട്ടും, അല്ലേ? ദേഷ്യം കൂടിക്കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെ ദേഷ്യം വന്ന് ചുണ്ട് കടിച്ചുകൊണ്ട് ദദ്ഭിഹി അരുണാധരം സന്ദശ്യ എന്ത് ചെയ്തു? ദതിമന്ദഭാജനം ഭിത്വാ, ദതിമന്ദ ഭാജനം, ആ തൈര് മഥനം ചെയ്യുന്നതായിട്ടുള്ള വലിയ പാത്രം, ആ കലത്തിനെ ഭിത്വാ ഭേദിച്ചു. എങ്ങനെ? ദൃഷദശ്മന എന്ന് പറയുന്നുണ്ട്. ദൃഷദശ്മന, ദൃഷദശ്മൻ എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ടുള്ള ഒരു എന്തോ സാധനം, കളിക്കോപ്പാവാം, അല്ലെങ്കിൽ അമ്മിക്കുഴവിയാവാം, അടുത്ത് കണ്ട എന്തോ ഒരു കല്ലിന്റെ സാധനം. അശ്മൻ എന്നാൽ കല്ലാണ്, അത് ദൃഷത എന്നുള്ളത് അത് എന്തോ നിർമ്മിതിയാണ്. കളിപ്പാട്ടമായിട്ടോ അമ്മിയായിട്ടോ ഒക്കെ നിർമ്മിച്ചതായിട്ടുള്ള കല്ലുകൊണ്ട് ഭിത്വ അതിനെ ഉടച്ചു. അപ്പൊ കല്ലുകൊണ്ട് അടിച്ചുടച്ചു എന്നർത്ഥം. മേൽപ്പത്തൂർ ഇതിനെ പറയുമ്പോഴേക്കും തന്റെ കയ്യിലുള്ള അവിടെ ഉണ്ടായിരുന്ന കടകോല് കൊണ്ടുടച്ചു എന്ന് പറയും. എന്തായാലും ഇവിടെ കല്ലുകൊണ്ടുടച്ചു എന്നാണ് ശുഖബ്രഹ്മർഷി തന്റെ ധ്യാനത്തിൽ കണ്ടു പറയുന്നത്. ദൃഷദശ്മനാഭിത്വ രഹഃ അന്തരം ഗതഃ, രഹഃ അന്തരം ഗതഃ, രഹസ്യത്തിൽ ഏകാന്തത്തിൽ ഒളിച്ചു കടന്നു, ഗൃഹമധ്യത്തിലേക്ക് പ്രവേശിച്ചു. എവിടെയോ ഒളിച്ച് ഇരുട്ടത്തേക്ക് മറയുകയാണ് അമ്മ കാണാതിരിക്കാൻ വേണ്ടി. എങ്ങനെ? ഹയ്യങ്കവം ജഗാസ, ജഗാസ ഹയ്യങ്കവം. ഹയ്യങ്കവം എന്ന് പറഞ്ഞാല് വെണ്ണ തന്നെയാണ്. അപ്പോൾ തലേന്നാൾ കടഞ്ഞെടുത്ത് വെച്ചതായിട്ടുള്ള വെണ്ണ പാത്രങ്ങളിൽ സംഭരിച്ചു വെച്ചതുണ്ട്. അങ്ങനെയുള്ള തലേ ദിവസത്തെ വെണ്ണയെ നല്ല പാത്രത്തോടു കൂടി അപഹരിച്ചുകൊണ്ട് ജഗാസ, ജഗാസ എന്ന് പറഞ്ഞാല് ഭക്ഷിച്ചു എന്നർത്ഥം, ഘാസം
എന്ന് പറഞ്ഞാൽ ഉരുള കവളിലേക്ക് ഭക്ഷിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ ജഗാസ ഭക്ഷിച്ചു, ഉരുട്ടി ഉരുട്ടി തിന്നുകൊണ്ടിരുന്നു എന്നർത്ഥം. അങ്ങനെ വെണ്ണയും എടുത്ത് കടന്നു ആള് രഹസ്യമായിട്ട് പോയിരുന്നു. എവിടെയാണ്? ഉരൽപ്പുറയോ എവിടെയോ ആണ് കയറിയിരിക്കുന്നത്. അത് അടുത്ത 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ഉരലിന്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഉലൂകലാംഗ്രേ ഉപരിവ്യവസ്ഥിതം. അപ്പൊ എന്തായാലും വെണ്ണപ്പാത്രം എടുത്തുകൊണ്ട് അതിനെ ഭക്ഷിക്കാനായിക്കൊണ്ട് തന്റെ ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ച ആ തൈര് പാത്രത്തേക്ക് അടിച്ചുടച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ഉത്താര്യ ഗോപീ സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ സന്ദൃശ്യ ച ദദ്യമത്രകം ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മ തജ്ജഹാസ തം ചാപി ന തത്ര പശ്യതി. ഉത്താര്യ ഗോപി സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ സന്ദൃശ്യ ച ദദ്യമത്രകം ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മ തത് ജഹാസ തം ചാപി ന തത്ര പശ്യതി. അപ്പോ ആ ഗോപി അകത്തേക്ക് പോയതാണ്. എന്തിന്? പാല് കവിഞ്ഞു പോകുന്നത് എടുത്തു വെക്കാൻ. അതാണ് സുശ്രുതം പയഃ. സുശ്രുതം സുഷുവായി ശ്രവിച്ചത്, ഒഴുകിയത്, തിളച്ച് പാകം വന്നത് എന്നൊക്കെ അർത്ഥം. പാകം ചെയ്ത് അല്ലെങ്കിൽ തിളച്ചു പോയതായിട്ടുള്ള പാലിനെ പയഃ ഉത്താര്യ അടുപ്പത്തുനിന്ന് ഉത്താരണം ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ട് ഗോപി പുനഃ പ്രവിശ്യ ഗോപി തിരിച്ചു വന്നു. എവിടേക്ക്? താൻ എവിടെയാണോ തൈര് കടഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ചില ശബ്ദമൊക്കെ കേട്ടിട്ട് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഓടി വരാന്ന് പറഞ്ഞിട്ട് ഓടി വരാനിരിക്കുകയാണ്. അങ്ങനെ വന്ന് പ്രവിശ്യ എന്ത് കണ്ടു? സന്ദൃശ്യച്ച ദദ്യമത്രകം ഭഗ്നം. അവിടെ വന്ന് നോക്കിയപ്പോ ആ ദദ്യമത്രകം, ദതി ഉള്ള അമത്രകം, അമത്രകം എന്നാൽ പാത്രം, തൈർ പാത്രം, ദദ്യമത്രകം ഭഗ്നം സന്ദൃശ്യ, അത് ഭഗ്നമായിട്ട് കണ്ടു. പൊട്ടിക്കിടക്കണു, തകർന്നു കിടക്കണു പാല്. അതിലുള്ള തൈരൊക്കെ അങ്ങനെ രാജ്യം മുഴുവൻ വ്യാപിച്ചൊഴുകുന്നു. തന്റെ പുത്രന്റെ യശസ് ഒഴുകും പോലെ എന്ന് പറയാം അല്ലെ. അത് കണ്ടിട്ട് സ്വസുതസ്യ കർമ്മ വിലോക്യ, തന്റെ മകന്റെ ആ കുസൃതി കർമ്മത്തെ, വലിയ വികൃതിയെ കണ്ടിട്ട്, അപ്പൊ ഇതുവരെ നേരിൽ തനിക്ക് അനുഭവമില്ല. ഗോപികമാര് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പലതും, പാത്രം പൊട്ടിക്കലും തകർക്കലും പലതരത്തിലുള്ള വികൃതികളെ കുറിച്ച് അവര് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ തനിക്ക് തന്നെ നേരിട്ട് ഭഗവാൻ അനുഭവം കൊടുക്കണം. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന മട്ടില്. അമ്മയ്ക്ക് അമ്മയുടെ ഈ നിസ്സാര സാധനങ്ങളൊക്കെയാണോ ഏറ്റവും വിലപിടിച്ചത്? എന്നെ അമ്മയ്ക്ക് ഒരു വിലയില്ല അല്ലേ, ഞാൻ ആരാന്ന് അറിയില്ല അല്ലേ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ തൈർ കലത്തിനെ ഉടച്ചിട്ടുണ്ട്. അതാണ് ദദ്യമത്രകം ഭഗ്നം സന്ദൃശ്യ സ്വസുതസ്യ കർമ്മ വിലോക്യ, തന്റെ പുത്രന്റെ ആ കർമ്മത്തെ വിചിത്രമായിട്ട് കണ്ടിട്ട് എന്തൊരു സാധനമാണ് ഇവൻ, എന്തൊരു ദേഷ്യക്കാരനാണിത്, എന്തൊരു ശുണ്ടിക്കാരനാണ്, ആള് മോശമില്ലല്ലോ. ആ ഗോപികമാര് പറഞ്ഞൊക്കെ കാര്യം തന്നെ, വിശ്വസിക്കാം എന്നിപ്പോ ദേവിക്ക് ബോധ്യമായി. അങ്ങനെ തം ചാബി തത്രന പശ്യതി, അവനെ തെരഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എവിടെയെങ്കിലും വീണ് കിടക്കണ്ടോ, ആള് ദേഷ്യപ്പെട്ട് കിടക്കണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷെ എന്നാ പശ്യതി, കാണുന്നില്ല, ആള് സ്ഥലം വിട്ടിരിക്കണു. അത് കണ്ടപ്പോ ജഹാസ, ആദ്യം ദേവിക്ക് വന്നത് ചിരിയാണ്. പൊട്ടിച്ചിരിച്ചു. ജഹാസ, ചിരിച്ചു. എന്താ, തന്റെ മകൻ ആള് മോശക്കാരനല്ല, ആള് നല്ല സാമർത്ഥ്യക്കാരനാണ്, ഡൈനാമിക്കാണ്, ചോമ്പേരിയൊന്നുമല്ല, ഒന്നിനും കൊള്ളാത്തവനല്ല, പിഴച്ചോളും അല്ലെ. അമ്മമാർക്കൊക്കെ അങ്ങനെയുള്ള കുട്ടികളുടെ കുസൃതി കാണുമ്പോൾ ആ ഒരു ധൈര്യം ഉണ്ടാവും. കുട്ടികൾ എങ്ങനെയെങ്കിലും എവിടെ പോയാലും ജീവിക്കും, മോശക്കാരാവില്ല, എവിടെയും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട് ചവിട്ടി താഴ്ത്തപ്പെട്ട് പിന്നിലേക്ക് പോകുന്ന ആളല്ല, ജീവിക്കാൻ പിഴയ്ക്കാൻ അറിയാം എന്നുള്ള ആ സന്തോഷം. പിന്നെ ആ ഗോപികമാര് പറഞ്ഞതൊക്കെ ആലോചിച്ചും ചിരി വന്നിട്ടുണ്ടോ, ഇവൻ അവരൊക്കെ പറയുന്നത് സത്യം തന്നെയാണ്, ഇപ്പൊ എന്നോടും അത് തന്നെ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ദേവി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. പിന്നെ വിട്ടില്ല. എന്തായാലും ഇങ്ങനെ വിട്ടാ പറ്റില്ല, അവനെ ശിക്ഷിക്കണം എന്ന് മനസ്സാ ചിന്തിക്കുകയാണ്. എന്നിട്ട് അതിനു വേണ്ടി തെരഞ്ഞ് നടക്കുകയാണ്, എവിടെയാണ് അവനുള്ളത് എന്ന്. അപ്പൊ ആ ഭഗവാനെ കാണുന്നത് എവിടെ? ആ ഉരൽപ്പുരയിലെ ഉരലിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് സ്വയം ആ പാത്രത്തിലെ വെണ്ണ ആ ഉരലിന്റെ നടുവിലുള്ള കുഴിയിലേക്ക് ഇറക്കി വെച്ച് അതൊന്ന് വാരി വാരി തിന്നുന്നുണ്ട്. ചുറ്റുമുള്ള കുരങ്ങന്മാർക്കും പൂച്ചകൾക്കും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്നാൽ കള്ളത്തരത്തോടെ
അപരാധി എന്ന ഭാവത്തിൽ തന്നെ അമ്മ പിടിക്കാൻ വരുന്നുണ്ടോ, അമ്മ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കള്ളക്കണ്ണിട്ട് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാവത്തിൽ ഉരലിന്റെ മുകളിലിരിക്കുന്ന കള്ളനെ കണ്ടു. ഉലൂകലാംഗ്രേരുപരിവ്യവസ്ഥിതം മർക്കായ കാമം ദദദം ശിചിസ്ഥിതം ഹയ്യംഗവം ചൗര്യവിശങ്കിതേക്ഷണം നിരീക്ഷ്യ പശ്ചാത് സുതമാഗമശനൈഃ. ഉലൂകലാംഗ്രേരുപരിവ്യവസ്ഥിതം മർക്കായ കാമം ദദദം ശിചിസ്ഥിതം ഹയ്യംഗവം ചൗര്യവിശങ്കിതക്ഷണം നിരീക്ഷ്യ പശ്ചാത് സുതമാഗമശനൈഃ. ഉലൂകലാംഗ്രേഹേ ഉപരി വ്യവസ്ഥിതം. അപ്പോ ഉറിയിൽ നിന്നും മറ്റുമൊക്കെ എടുത്ത വെണ്ണയുമായിട്ടാണ് ഈ ഉരൽ പുരയിലേക്ക് ചെന്നിരിക്കുന്നത്. അവിടെ ഉരലിനെ നിർത്തിവെച്ചിട്ടുണ്ട്. ആ നിർത്തിവെച്ചതിന്റെ ഉപരി, ഉലൂകല അഗ്രേഹേ ഉപരി, ഉരൽക്കാലിന്റെ മുകൾ ഭാഗത്ത് വ്യവസ്ഥിതം സുഖമായിരിക്കുകയാണ്. എന്നിട്ട് ശിചിസ്ഥിതം ഹയ്യംഗവം മർക്കായ കാമം ദദദം. ശിചി സ്മിതം, ശിചി എന്നാല് ശിഖ് എന്ന് പറഞ്ഞാൽ ഭാണ്ഡം, ഉറി എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ആ ഉറിയിലുണ്ടായിരുന്ന വെണ്ണ പാത്രത്തോടെ എടുത്തിട്ടുണ്ട്. ശിചിസ്ഥിതം ഹയ്യംഗവം, ഹയ്യംഗവം വെണ്ണ, ആ തലേ ദിവസം എടുത്തു വെച്ചതായിട്ടുള്ള വെണ്ണ. അത് മർക്കായ, അത് കുരങ്ങന്മാർക്കും പൂച്ചകൾക്കും ഒക്കെ ആയിക്കൊണ്ട്, മർക്കടന്മാർക്കായിക്കൊണ്ട് കാമം ദദദം യഥേഷ്ടം കൊടുത്തോണ്ടിരിക്കും. ഒക്കെ തിന്നോളൂ തിന്നോളൂ എന്ന് പറയുക. അവരൊക്കെ ഓടി വന്ന് കുരങ്ങന്മാരൊക്കെ ധാരാളം വാങ്ങി വാങ്ങി കഴിക്കുന്നുണ്ട്. അവർക്കൊക്കെ കൊടുത്തുകൊണ്ട് ചൗര്യവിശങ്കിതേക്ഷണം സുതം, ഈ തന്റെ സുതനെ കാണുകയാണ് യശോദാദേവി. എങ്ങനെ? ചൗര്യവിശങ്കിതേക്ഷണം, ചൗര്യം ചോര പ്രവൃത്തി ചെയ്തതുകൊണ്ട്, കള്ളത്തരം ചെയ്തത് കൊണ്ടുള്ള അതിന്റെ ശങ്ക, അപരാധം അല്ലെ, കുറ്റബോധം, ആ വിശങ്കിതമായ ഈക്ഷണം, നോട്ടത്തോടു കൂടിയവനായിട്ട് തന്നെ ആരെങ്കിലും വന്ന് പിടിക്കുവോ, അമ്മ വന്ന് പിടിക്കുവോ എന്നുള്ളതായിട്ടുള്ള കുറ്റബോധത്തോടു കൂടിയുള്ള കള്ള നോട്ടത്തോടു കൂടിയിട്ട് ചൗര്യവിശങ്കിതേക്ഷണം സുതം നിരീക്ഷ്യ, ആ മകനെ കണ്ടിട്ട് പശ്ചാത് ശനൈഹി ആഗമത്, പതുക്കെ പിന്നിലൂടെ ശബ്ദം കേൾപ്പിക്കാതെ മകനെ പിടിക്കാനായിട്ട് യശോദ വന്നു എന്നാണ്. അങ്ങനെ യശോദ മകനെ പിടിക്കാനായിട്ട് പുറകിൽ പോകുന്നുണ്ട്. നമുക്ക് ബാക്കി വൈകുന്നേരം കാണാം. പിടിക്കുന്നതും പിടിച്ചതിന് ശേഷമുള്ള ലീലകളൊക്കെ നമുക്ക് വൈകുന്നേരം കാണാം. ഇപ്പൊ ഇവിടെ നിൽക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരം നമുക്ക് 6:30 മണിക്ക് കാണാം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം. വിനായക ചതുർത്ഥി ആശംസകൾ ഒരിക്കൽ കൂടെ. ഹരി ഓം.